السلام عليكم ورحمة الله وبركاته. بسم الله عظيم القدرة والشان. بسم الله عظيم القدرة والشان. بسم الله عظيم القدرة والشان. شديد البطش والبرهان. حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. وما توفيقي إلا بالله عليه توكلت وإليه أنيب. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. أيما امرأة ماتت وزوجها عنها راض دخلت الجنة. قال سيدنا رسول الله يا رحمة الله إني خائف وجل. يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك القومى وإيماني. وكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني. واعلموا أمة سيدنا ومولانا محمد. വന്യരായ ഉസ്താദ്, മറ്റ് സഹോദര സഹോദരിമാരെ, സുഹൃത്തുക്കളെ, മഹാനായ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ നാമധേയത്തിൽ ആരംഭിച്ചൊരു സ്ഥാപനത്തിന്റെ മുറ്റത്ത് വെച്ച് സംഘടിപ്പിച്ച മതപ്രഭാഷണ വേദിയുടെ രണ്ടാമത്തെ ദിവസത്തിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. രാജാതിരാജനായ റബ്ബ് ഈ മജ്ലിസ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ഈ സദസ്സ് സംഘടിപ്പിച്ചതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് മുഴുവനും നാളെ ആഖിറത്തിൽ അർഹമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. ഈ മജ്ലിസുമായി സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ബഹുമാനപ്പെട്ട സിയം വലിയുല്ലാഹിയുടെ കൂടെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. വന്യരായ താജുൽ ഉലമ, നൂറുൽ ഉലമ, എം.എ. ഉസ്താദ്, പോസോട്ട് തങ്ങള്, അവേലത്ത് തങ്ങള് തുടങ്ങിയ ധാരാളം സാദാത്തുക്കളും
എന്റെ വന്യരായ ഉസ്താദ് അന്തോണ ഉസ്താദ് ഉൾപ്പെടെയുള്ള ഒരുപാട് പണ്ഡിതന്മാരും നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. അർഹമുർ-റഹീമായ റബ്ബേ, അവരുടെ ഒക്കെ മണ്ണറകളെ നീ മണിയറകളാക്കണേ റഹ്മാനേ. ആ മഹാന്മാരുടെ ഒക്കെ പൊരുത്തം കൊണ്ടും ഹഖ് ജാഇ ബറക്കത്ത് കൊണ്ടും ഞങ്ങളെ ആഖിബത്തും നീ നന്നാക്കി തരണം അല്ലാഹ്. ഇന്ന് സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം നൽകുന്ന സർവ്വ സാദാത്തുക്കൾക്കും ഉലമാക്കൾക്കും എല്ലാ നേതാക്കൾക്കും പ്രവർത്തകർക്കും ആഫിയത്തും ദീർഘായുസ്സും നൽകണേ റഹ്മാനേ. ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന് ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്നെ പഠിപ്പിച്ച അബൂബക്കർ മല്ലാക്ക ഉൾപ്പെടെ പലരും തൊട്ടടുത്തുള്ള പള്ളിപ്പറമ്പിലുണ്ട്. അല്ലാഹുവേ, ഈ ഓതിയതിന്റെയൊക്കെ സവാബ് അവരെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, എല്ലാ സദസ്സുകളും ഒരുപോലെയല്ല. നാം ഒരുപാട് സദസ്സുകളിൽ സംബന്ധിക്കുന്നവരാണ്. എന്നാൽ എല്ലാ സദസ്സുകളും ഒരുപോലെ അല്ല. നാം ഈ ഭൂമിയിൽ നിന്ന് 2 കല്ല് വെട്ടിയെടുത്തു എന്ന് സങ്കല്പിക്കുക. അതിൽ ഒരു കല്ല് നാം എടുത്ത് വെച്ചത് നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ മുകളിൽ ആണ് എന്നും സങ്കല്പിക്കുക. മറ്റൊരു കല്ല് ഇതിന്റെ പരിസരത്തുള്ള ഒരു മൂത്രപ്പുരയുടെ മുകളിലാണ് നമ്മൾ പടവ് ചെയ്തിട്ടുള്ളത്. എന്നാൽ കല്ല് രണ്ടും കല്ല് തന്നെ, ഒരേ സ്ഥലത്ത് നിന്ന് മുറിച്ചെടുത്തത് തന്നെ, വെട്ടിയെടുത്തത് തന്നെ. എന്നാൽ അല്ലാഹുവിന്റെ ഭവനത്തിന്റെ മുകളിൽ വെച്ച കല്ലിന് മഹത്വം കൂടുകയാണ്. ആ കല്ലിന്റെ മുകളിലേക്ക് മനഃപൂർവ്വം ഒരാൾ മൂത്രിച്ചാൽ, മനഃപൂർവ്വം കാർക്കിച്ച് തുപ്പിയാൽ പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് തന്നെ ഒരു വേള അവൻ പുറത്താണ്. ആ കല്ലിന്റെ തൊട്ടടുത്ത് നിന്ന് മുറിച്ചെടുത്ത ടോയ്ലറ്റിന്റെ മുകളിൽ വെച്ച കല്ലിലേക്ക് ഒരാൾ തുപ്പിയാലോ മൂത്രിച്ചാലോ ഒന്നും അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും ഇല്ല. കല്ല് രണ്ടും കല്ല് തന്നെ, പക്ഷേ വെച്ച സ്ഥലത്തിന് ബഹുമാനം കൂടി. ആ സ്ഥലത്ത് അല്ലാഹുവിന്റെ ഭവനത്തിൽ വെച്ചപ്പോൾ ആ കല്ലിന്റെ മഹത്വം വർദ്ധിച്ചു. ഇതുപോലെ ധാരാളം മജ്‌ലിസുകളിൽ ഞാനും നിങ്ങളും സംഗമിക്കുന്നവരാണ്. പക്ഷേ ഈ മജ്‌ലിസ് അതുപോലെയൊന്നും അല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൽമിന്റെ മജ്‌ലിസിന്റെ പോരിശ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മജ്‌ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇൽമിന്റെ മജ്‌ലിസ്, അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന വേദി, അത് സ്വർഗത്തിന്റെ തോപ്പാണ്. ത്വഹാ റസൂലുള്ളാഹി. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മുടെ മജ്‌ലിസ് ഖബൂൽ ചെയ്യട്ടെ. ദുനിയാവിൽ ആകെ 2 സ്വർഗത്തോപ്പുകളാണ് ഉള്ളത്. അതിൽ ഒരു സ്വർഗത്തോപ്പിലാണ് നാം ഇരിക്കുന്നത്. ഇനി മറ്റൊരു സ്വർഗത്തോപ്പുണ്ട്. ആ സ്വർഗത്തോപ്പിലെത്തണമെങ്കിൽ 4000-ലേറെ കിലോമീറ്ററുകൾ നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട്. കേരള ഗവൺമെന്റിന്റെ അനുമതി അതിന് അത്യാവശ്യമാണ്. അതിലേറെ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം അനിവാര്യമാണ്. ഏതാണ് ആ സ്ഥലമെന്നറിയോ? ആരംഭ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു പോയി. മാ ബൈന ഖബരി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. മുത്തു റസൂലുള്ളാഹി വിശ്രമിക്കുന്ന ഖബർ ശരീഫിന്റെയും
ആ മദീനത്തെ പള്ളിയുടെ മിമ്പറയുടെയും ഇടയിലുള്ള സ്ഥലങ്ങൾ അത് സ്വർഗ്ഗത്തോപ്പാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹുവേ, ഈ മജ്ലിസിൽ ഇൽമിന്റെ മജ്ലിസാണ് സ്വർഗ്ഗത്തോപ്പിൽ വന്നിരുന്ന ഞങ്ങളെ വിദൂരമല്ലാത്ത ഭാവിയിൽ അങ്ങകല മദീനയിലുള്ള സ്വർഗ്ഗത്തോപ്പിൽ ചെന്നിരിക്കാൻ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ജന്നത്തുൽ ബഖീഇൽ മറവിട്ട് കിടക്കുന്ന 10,000-കണക്കിന് സ്വഹാബത്തിനെ സിയാറത്ത് ചെയ്യാനും മുത്തുനബിക്ക് ശരീരവും ജീവിതവും സമ്പത്തും എല്ലാം കൊടുത്ത് അവസാനം കഷ്ണം വെച്ച കുപ്പായം ധരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ സയ്യിദത്തുനാ ബീബി ഖദീജ റളിയല്ലാഹു അൻഹ വിശ്രമിക്കുന്ന ജന്നത്തുൽ മഅല്ലയിൽ ചെന്ന് സിയാറത്ത് ചെയ്യാനും ബഹുമാനപ്പെട്ട തങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് സാദാത്തുക്കൾ വിശ്രമിക്കുന്ന ജന്നത്തുൽ മഅല്ലയിൽ സിയാറത്ത് ചെയ്യാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, പരിശുദ്ധ ഇസ്ലാം അല്ലാഹുവിന്റെ മതമാണ്, സമാധാനത്തിന്റെ മതമാണ് പരിശുദ്ധ ഇസ്ലാം. അല്ലാഹു പൊരുത്തപ്പെട്ട തൃപ്തിപ്പെട്ട മതം അത് പരിശുദ്ധ ഇസ്ലാം മാത്രമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. മനുഷ്യരുടെ ഐഹികവും പാരത്രികവുമായ വിജയത്തിന് ഇസ്ലാമായി ജീവിച്ച് ഇസ്ലാമായി മരിക്കണം എന്ന് ജല്ല ജലാലായ റബ്ബ് നമ്മെ പഠിപ്പിച്ചു. എന്നാൽ ഈ യാഥാർത്ഥ്യം പരിമിത ബുദ്ധിയുടെ ഉടമയായ മനുഷ്യന് ഗവേഷണ നിരീക്ഷണത്തിലൂടെ കണ്ടെത്താൻ സാധ്യമല്ല എന്നറിയുന്ന അല്ലാഹു തആല ഈ സത്യം ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയുന്നതിന് വിളംബരപ്പെടുത്തുന്നതിന് ലക്ഷക്കണക്കായ പ്രവാചകന്മാരെ നിയോഗിച്ചു. അവരിൽ ആദ്യം വന്ന പ്രവാചകർ ആദിമ മനുഷ്യനും ആദ്യത്തെ പ്രവാചകരുമാണ് നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം. പ്രബോധനത്തിന്റെ സമാപ്തി കുറിച്ചവരാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആദം നബി അലൈഹിസ്സലാമിനെ ആദിമ മനുഷ്യനെ അല്ലാഹു പടച്ചത് എങ്ങനെയാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു മണ്ണിൽ നിന്നാണ് പടച്ചിട്ടുള്ളത്. ആദം നബി അലൈഹിസ്സലാമിന് ഒരു ഇണയെ പടക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചപ്പോഴോ മണ്ണ് കിട്ടാത്തത് കൊണ്ടല്ല, ആദം നബിയെ സൃഷ്ടിച്ചപ്പോഴേക്കും മണ്ണ് തീർന്നു പോയത് കൊണ്ടും അല്ല. ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിലെ ഒരു എല്ല് എടുത്തുകൊണ്ടാണ്, വാരിയെല്ലിൽ നിന്നാണ് ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹാ എന്ന ആ മഹദിയെ അല്ലാഹു പടച്ചത്. ജിദ്ദയിലാണ് നാം ഉംറക്ക് പോകുമ്പോഴും ഹജ്ജിന് പോകുമ്പോഴും ഇറങ്ങാറുള്ളത്. ജദ്ദത്ത് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്, അഥവാ ജദ്ദത്ത് എന്ന് പറഞ്ഞാൽ വല്യമ്മ എന്നാണ്. ഹവ്വാ ബീവിയുടെ മഖ്ബറ ജിദ്ദയിലാണുള്ളത്. ആ ജദ്ദത്ത് എന്ന പേര് ലോപിച്ച് ജിദ്ദയായി മാറിയതാണ്. അല്ലാഹു തആല ആ മഹദിയുടെ പൊരുത്തം നമുക്ക് നൽകുമാറാകട്ടെ. ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ അല്ലാഹു തആല പടച്ചത് ക്ലോണിംഗിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം ഉമ്മത്തിന് ക്ലോണിംഗ് എന്ന് കേൾക്കുമ്പോഴേക്കും ഒരു ബേജാറും ഒരു ഞെട്ടലും ആവശ്യമില്ല. അല്ലാഹു തആല നമ്മുടെ വെള്ളിമ്മയെ പടച്ചത് ആദം നബി അലൈഹിസ്സലാമിന്റെ വാരിയെല്ലിൽ നിന്നാണ്. വാരിയെല്ല്, എല്ല് ഒരു ശരീരത്തിൽ എവിടെയാണ് ഉള്ളത് നമ്മളൊക്കെ ആലോചിക്കണം. മുകളിൽ കാണുന്നത് മാംസമാണ്, അതിന്റെ ഉള്ളിൽ മുകളിൽ കാണുന്നത് തൊലിയാണ്, അതിന്റെ അകത്ത് മാംസമാണ്, അതിന്റെയും ഉള്ളിലാണ് എല്ല് ഉള്ളത്. ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു അംഗം കൊണ്ടാണ്
സ്ത്രീയെ അല്ലാഹു തആല പടച്ചിട്ടുള്ളത്. ഇന്ന് സ്ത്രീ ലോകം മുഴുവനും ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇസ്ലാമിക സ്ത്രീ ആരാണെന്ന് നമ്മൾ പഠിക്കണം. അല്ലാഹു തആല സ്ത്രീ സമൂഹത്തിന് നൽകിയ പദവിയും അവർക്ക് നൽകിയ ആദരവും അവർക്ക് നൽകിയ ആനുകൂല്യങ്ങളും നമ്മൾ അറിയണം. ലോകം മുഴുവനും അതറിയണം. അതറിയാത്തത് കൊണ്ടാണ് ഇന്ന് പല പ്രശ്നങ്ങളും നമ്മുടെ രാജ്യങ്ങളിൽ നടക്കുന്നത്. പുരുഷനെ അല്ലാഹു തആല മണ്ണുകൊണ്ട് പടച്ചപ്പോൾ സ്ത്രീയെ അല്ലാഹു പടക്കാൻ മണ്ണ് ഉപയോഗിച്ചില്ല, എല്ലാണ് ഉപയോഗിച്ചത്. എല്ല് എവിടെയാണത്? ഒരു ശരീരത്തിൽ ഉള്ളിന്റെ ഉള്ളിലാണ്. പുറത്ത് കാണുന്നത് തൊലിയാണ്, അതിന്റെ അകത്ത് മാംസമാണ്, അതിന്റെയും ഉള്ളിലാണ് എല്ല് ഉള്ളത്. പെണ്ണിന്റെ സൃഷ്ടിപ്പിൽ തന്നെ വലിയൊരു രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നു. പെണ്ണ് എപ്പോഴും ഉള്ളിന്റെ ഉള്ളിലാണ് കഴിയേണ്ടത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അദ്ദുനിയാ കുല്ലുഹാ മതാ. ദുനിയാവിലുള്ളത് മുഴുവനും ഉപകാരമെടുക്കപ്പെടുന്ന ചരക്കുകളാണ്. എന്നാൽ ഖൈറു മതാഇ ദുനിയാ അൽ മർഅത്തു സ്വാലിഹ. സദഖ റസൂലുള്ളാഹി. ദുനിയാവിൽ ഉപകാരമെടുക്കപ്പെടുന്ന ചരക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയത് അൽ മർഅത്തു സ്വാലിഹ. അത് സ്വാലിഹത്തായ പെണ്ണാണെന്ന് ഹബീബ് റസൂലുള്ളാഹി. ദുനിയാവിലുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും മുന്തിയ മുതല് സ്വാലിഹത്തായ പെണ്ണാണെന്ന് പറയുന്നത് സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് ഞാനും നിങ്ങളും മുന്തിയതായി വിലയുള്ളതായി മനസ്സിലാക്കുന്നത് എന്താണ്? സ്വർണവും തങ്കവും. ഈ സ്വർണവും തങ്കവും മേടിക്കാൻ നമ്മൾ ടൗണിൽ പോയാൽ പച്ചക്കറി കടയിൽ പച്ചക്കറി വെച്ചതുപോലെയൊന്നും നമുക്ക് സ്വർണം കാണാനോ എടുക്കാനോ തൊടാനോ സാധ്യമല്ല. പിന്നെയോ ജ്വല്ലറിയിൽ പോകണം. അതിന്റെ പുറത്ത് ചെന്നാൽ തന്നെ പുഷ് എന്ന് എഴുതി കാണും. ഒന്ന് തള്ളണം. അകത്ത് കയറിയാൽ സ്വർണം കിട്ടുമോ? ഇല്ല. പിന്നൊരു അലമാറ തുറന്ന്, പിന്നൊരു ഗ്ലാസ് തുറന്ന്, പിന്നെയും ഒന്ന് തുറന്ന്, അതിന്റെ അകത്ത് നിന്ന് ഒരു പെട്ടിയെടുത്ത് അത് തുറന്ന് അതിന്റെ അകത്ത് വർണ്ണക്കടലാസ് പൊതിഞ്ഞ സ്വർണം നമുക്ക് ആ പൊതി അഴിച്ച് കാണിച്ചു തരികയാണ്. ദുനിയാവിൽ ഞാനും നിങ്ങളും മുന്തിയത് എന്ന് മനസ്സിലാക്കുന്ന സ്വർണത്തെ തന്നെ വെച്ചത് ഉള്ളിന്റെ ഉള്ളിലാണെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ദുനിയാവിൽ വെച്ച് ഏറ്റവും മുന്തിയത് സ്വർണമല്ല, തങ്കമല്ല, അത് സ്വാലിഹത്തായ പെണ്ണാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ ആ പെണ്ണിനെ എവിടെയാണ് വെക്കേണ്ടത്? ഉള്ളിന്റെ ഉള്ളിലാണെന്ന് ബുദ്ധിയുള്ളവരോട് പറയേണ്ടതില്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് പറയും, മൻ റസഖഹു അല്ലാഹു ലിസാനൻ റാക്കിറ. ഒരു മനുഷ്യന് അല്ലാഹു ദിക്ർ ചൊല്ലുന്ന ഒരു നാവ് നൽകിയാൽ അല്ലാഹു നമുക്കൊക്കെ ദിക്റും സ്വലാത്തും ചൊല്ലാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ദിക്ർ ചൊല്ലുന്ന ഒരു നാവ് ഒരു മനുഷ്യൻ അല്ലാഹു നൽകിയാൽ എപ്പോഴും ദിക്റും സ്വലാത്തും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ വായയിൽ നിന്ന് ഒരു അനാവശ്യം പുറത്തു വരാത്തത്. ദിക്റും സ്വലാത്തും ചൊല്ലി തഴമ്പിച്ച നാവിൽ നിന്ന് ഗീബത്ത് പുറത്തു വരൂല, നമീമത്ത് പുറത്തു വരൂല, ചീത്ത വാക്കുകൾ ആ മനുഷ്യന്റെ നാവിൽ നിന്ന് പുറത്തു വരികയില്ല. അതിന് വലിയൊരു തൗഫീഖ് അല്ലാഹു തരണം. അല്ലാഹു ആ ഭാഗ്യം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. മൻ റസഖഹു അല്ലാഹു ലിസാനൻ റാക്കിറാ വഖൽബൻ ശാകിറാ
ശുക്ർ ചെയ്യുന്ന ഹൃദയം ഒരു മനുഷ്യന് അല്ലാഹു നൽകിയാൽ എത്ര വലിയ നിഅമത്തുകളാണ് പടച്ച റബ്ബ് നമുക്ക് തന്നിട്ടുള്ളത്. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് റബ്ബ് നമുക്ക് ചെയ്തിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് ഓർമ്മപ്പെടുത്തിയില്ലേ, വഇൻ തഅദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ. അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ നിങ്ങൾ എണ്ണുന്നുവെങ്കിൽ ലാ തുഹ്സൂഹാ, അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ, അത് എണ്ണിക്കണക്കാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അല്ലാഹു അസ്സ വജൽ ആ നിഅമത്തുകളൊക്കെ നമുക്ക് ചെയ്തു തന്ന റബ്ബ് അവന്റെ കലാമായ ഖുർആനിൽ പറഞ്ഞുപോയി, ثم لتسألن يومئذ عن النعيم. ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തുകളെ കുറിച്ച് മുഴുവനും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ലോകമുണ്ട് കേട്ടോ. മുത്തുനബി പറയുന്നു, വഖൽബൻ ഖാശിയ, ഖുശൂ ഉള്ള ഒരു ഖൽബ് ഒരു മനുഷ്യന് അല്ലാഹു നൽകിയാൽ അല്ലാഹു ഈ ഒരു ഭാഗ്യവും നമുക്ക് നൽകട്ടെ. വജസദൻ അലൽ ബലാഇ സ്വാബിറാ, എന്ത് പ്രശ്നങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും പ്രതിസന്ധികൾ നേരിട്ടാലും അതെല്ലാം സഹിക്കാനുള്ള ഒരു മനസ്സും ഒരു മനുഷ്യന് അല്ലാഹു നൽകിയാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ കഴിഞ്ഞുപോയി, എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മളെ തരണം ചെയ്തു പോയി, ക്ഷമിച്ചതുകൊണ്ട് റബ്ബ് നമുക്ക് വിജയം തന്നിട്ടില്ലേ. അല്ലാഹു ആ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി തരട്ടെ. നാലാമത്തെ ഹബീബ് പറയുന്നു, വമർഅതൻ സ്വാലിഹതൻ, സ്വാലിഹത്തായ ഒരു പെണ്ണിനെയും ഒരു മനുഷ്യന് റബ്ബ് നൽകിയാൽ. ആരാണ് സ്വാലിഹത്തായ പെണ്ണ്? അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, ഫസ്വാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. ഭർത്താവിനെ അനുസരിക്കുന്ന, ഭർത്താവിനെ വഴിപ്പെടുന്ന, ഭർത്താവിനെ ബഹുമാനിക്കുന്ന പെണ്ണ് സ്വാലിഹത്തായ പെണ്ണാണെന്ന് അല്ലാഹു അസ്സ വജൽ. അങ്ങനെ സ്വാലിഹത്തായ പെണ്ണിനെയും ഒരു മനുഷ്യന് അല്ലാഹു നൽകിയാൽ ഫഖദ് തമ്മത് അലൈഹി നിഅം, അല്ലാഹു ആ മനുഷ്യന് ചെയ്തു കൊടുക്കുന്ന നിഅമത്തുകൾ ഇതോടെ പൂർത്തിയായ ഹബീബ് റസൂലുള്ളാഹി. ഈ അനുഗ്രഹങ്ങളൊക്കെ പടച്ച റബ്ബ് നമുക്ക് നൽകുമാറാകട്ടെ. ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, ദുനിയാവിൽ ഏറ്റവും മുന്തിയ ചരക്ക്, ഏറ്റവും വിലപിടിപ്പുള്ള മുതൽ അൽ മർഅത്തു സ്വാലിഹ, അത് സ്വാലിഹത്തായ പെണ്ണാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഭർത്താവിനെ അനുസരിക്കുന്നവളായി, ഭർത്താവിനെ വഴിപ്പെടുന്നവളായി, ഭർത്താവിനെ ബഹുമാനിക്കുന്നവളായി ഒരു പെണ്ണ് മാറിക്കഴിഞ്ഞാൽ ആ പെണ്ണിന് സ്വർഗമാണ്. ശഫീഉനാ റസൂലുള്ളാഹി أيما امرأة ماتت وزوجها عنها راض دخلت الجنة. വല്ല പെണ്ണും അവൾ മരണപ്പെടുകയാണ്, അവളുടെ ഭർത്താവിന് അവളെ കുറിച്ച് പൂർണ്ണ തൃപ്തിയാണ്, അവളെ കുറിച്ചൊരു പരാതിയും ഭർത്താവിനില്ല. ഭാര്യ മരിച്ച സമയത്ത് ഭർത്താവിന്റെ മനസ്സിന് ദുഃഖമാണ്, സങ്കടമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖദീജ ബീവി പിരിഞ്ഞ സമയത്ത് അവിടുത്തേക്ക് വല്ലാത്ത സങ്കടമായിരുന്നു. എപ്പോഴും
ഖദീജ ബീവിയെ സ്മരിക്കുമായിരുന്നു. എന്റെ ഖദീജ, എന്റെ ഖദീജ എന്ന് പറഞ്ഞ് മുത്തുനബി ഭാര്യയെ എപ്പോഴും പറയുമായിരുന്നു, ഓർക്കുമായിരുന്നു. സ്വഹീഹായ ഹദീസിൽ കാണാം, ആണ്ടിന്റെ ദിവസം വരുമ്പോൾ, ഖദീജ ബീവി മരണപ്പെട്ട ദിവസം വരുമ്പോൾ ആട്ടിനെ അറുത്തുകൊണ്ട് ഖദീജ ബീവിയുടെ സ്നേഹിതകളെ വിളിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. ആ ഹബീബ് പറയുന്നു, അയ്യുമംറഅത്തിൻ മാതത്, ഭാര്യ മരിച്ചു, വസൗജുഹാ അൻഹാ, ഭർത്താവിന്റെ ഭാര്യയെ കുറിച്ച് പൂർണ്ണ സംതൃപ്തിയാണ്. ഭർത്താവിന്റെ പൊരുത്തം മേടിച്ചൊരു പെണ്ണ് മരിച്ചാൽ ദഖലത്തിൽ ജന്ന, ആ പെണ്ണിന് സ്വർഗമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു നമ്മുടെ ഭാര്യമാർക്ക്, നമ്മുടെ ഉമ്മമാർക്ക്, നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ പെൺമക്കൾക്ക്, നമുക്കൊക്കെയും അല്ലാഹു ആ സ്വർഗീയ ഭാഗ്യം, ആ സ്വർഗത്തിൽ കടക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, 3 ഘട്ടങ്ങളിലായി നിങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തങ്ങൾ പുരുഷന്മാരിൽ ഏൽപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഇസ്ലാമിനെ പഠിക്കാത്ത ആളുകൾ വളരെ പരസ്യമായി ചാനലുകൾക്ക് മുമ്പിലൊക്കെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയാറുണ്ട്, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്ത മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഇസ്ലാമിനെ പഠിക്കണമെന്ന് മാത്രമാണ് അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. പരിശുദ്ധ ഇസ്ലാമിനെ പോലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്ത മറ്റൊരു മതത്തെ നമുക്ക് കാണാൻ കഴിയില്ല. 3 ഘട്ടങ്ങളിൽ പുരുഷന്മാരിൽ സ്ത്രീകളുടെ ഉത്തരവാദിത്വം പരിശുദ്ധ ഇസ്ലാം ഏൽപ്പിക്കുകയാണ്. ആദ്യം പിതാവ് എന്ന് പറയുന്ന പുരുഷനെയാണ് ഏൽപ്പിക്കുന്നത്. ഒരു ഉപ്പക്ക് 3 പെൺകുട്ടികൾ ജനിച്ചു. 3 പെൺകുട്ടികൾ. ആ 3 പെൺകുട്ടികളെയും നന്നായി വളർത്തിയ ബാപ്പ, ആ ഉപ്പ 3 പെൺമക്കളെയും ഇൽമ പഠിപ്പിച്ചു. അവർക്ക് ആവശ്യമുള്ളത് മുഴുവനും നൽകി വളർത്തുകയും പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞപ്പോൾ ആ 3 മക്കളെയും നല്ല ഭർത്താക്കൾക്ക്, സ്വാലിഹീങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ ആ ബാപ്പക്ക് സ്വർഗമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മുത്തുനബി സഹാബത്തിന്റെ സദസ്സിൽ, അവിടുത്തെ സ്വഹാബത്തിരിക്കുന്ന മജ്ലിസിൽ പെൺകുട്ടികളുടെ മഹത്വം വിവരിക്കുമ്പോൾ ഒരു ഉപ്പ എഴുന്നേറ്റ് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. ആ 2 പെൺകുട്ടികളെ നന്നായി വളർത്തി അവരെ വിവാഹം കഴിച്ചു കൊടുത്താൽ എനിക്കും സ്വർഗം കിട്ടുമോ നബിയേ? ആ സഹാബിയോട് പറയുന്നു, 2 മക്കളുള്ളവർക്കും സ്വർഗമുണ്ട്. സദസ്സിൽ നിന്നൊരാളെഴുന്നേറ്റ് ചോദിക്കുന്നു, എനിക്കൊരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ, അവളെ നന്നായി വളർത്തി നല്ലവരിലേക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുത്താൽ എനിക്ക് സ്വർഗമില്ലേ നബിയേ? നിങ്ങൾക്കും സ്വർഗമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളെ പ്രസവിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പിതാവിനാണ് നിങ്ങളുടെ ബാധ്യതകൾ മുഴുവനും പരിശുദ്ധ ഇസ്ലാം ഏൽപ്പിക്കുന്നത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ കുട്ടിയുടെ വലത് ചെവിയിൽ ബാങ്ക് കേൾപ്പിക്കണം, ഇടത് ചെവിയിൽ ഇമാമത്ത് കേൾപ്പിക്കണം. അങ്ങനെ ബാങ്കും ഇമാമത്തും കേൾപ്പിക്കപ്പെട്ടാൽ ആ കുട്ടിയിൽ ഉമ്മു സുബിയാന്റെ അസുഖമുണ്ടാവുകയില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, ഉമ്മു സുബിയാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ മക്കളിൽ ഉണ്ടാകുന്ന അപസ്മാര രോഗമാണ് ഉമ്മു സുബിയാൻ. ഓ
പ്രിയപ്പെട്ട പെങ്ങളെ, അതിന് വേറെ ഒരാൾ വരാൻ കാത്തു നിൽക്കേണ്ടതില്ല. ഈ പ്രസവിച്ച ഉമ്മക്ക് തന്നെ തന്റെ കുഞ്ഞിന്റെ വലത് ചെവിയിൽ ബാങ്ക് കേൾപ്പിക്കാം, ഇടത് ചെവിയിൽ ഇഖാമത്ത് കേൾപ്പിക്കാം. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ബാങ്കും ഇഖാമത്തും കേൾപ്പിക്കണം. ഉപ്പമാർ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികൾക്ക് നല്ല പേര് വെക്കണമെന്ന് റസൂലുള്ളാഹി. നമ്മുടെ മക്കൾ നന്നായി വളരണമെങ്കിൽ ആ കുട്ടികൾക്ക് നാം വെക്കുന്ന പേര് നല്ല പേരുകളായിരിക്കണം. ശ്രദ്ധിക്കണം. ഞാൻ ആ ഭാഗമൊന്നും ഇപ്പോൾ നീട്ടുന്നില്ല. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ആ മക്കളെ നന്നായി പരിപാലിച്ച് വളർത്തിയാൽ ആ ബാപ്പക്ക് സ്വർഗമുണ്ട്. സ്ത്രീകൾക്ക് ലഭിക്കുന്ന മഹത്വം, സ്ത്രീകൾക്ക് വെച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം നിങ്ങൾ നോക്കൂ. അവരൊന്നും ചിന്തിക്കേണ്ട. ബാപ്പ എന്ന പുരുഷനിൽ പരിശുദ്ധ ഇസ്ലാം അവരുടെ വിവാഹം വരെയുള്ള സമയം മുഴുവനും ഏൽപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഘട്ടം അവളെ നിക്കാഹ് കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് എന്ന് പറയുന്ന പുരുഷനിലേക്ക് ആ ബാധ്യത പരിശുദ്ധ ഇസ്ലാം ഏൽപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഘട്ടം ഭർത്താവ്, ഫസ്റ്റ് ബാപ്പ, രണ്ടാമത് ഭർത്താവ്. ഭർത്താവിനോട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ആരാണ്? ഭാര്യമാർക്ക് ഗുണം ചെയ്യുന്നവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഭാര്യമാർക്ക് ഗുണം ചെയ്യാൻ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഇസ്ലാം. ആ ഭാര്യന്റെ മുഖത്തടിക്കരുത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ ഭാര്യയെ ചീത്ത വിളിക്കാൻ പാടില്ല. ആ ഭാര്യയോട് അസഭ്യം പറയാൻ പാടില്ല. ആ ഭാര്യയ്ക്ക് സ്നേഹം കൊടുക്കണം. ആ ഭാര്യയോട് കളിതമാശകളൊക്കെ പറയണം. ആ ഭാര്യയ്ക്ക് ജോലിയിൽ സഹായിച്ചു കൊടുക്കണം. നമ്മുടെ കാരണത്താൽ ഭാര്യയ്ക്ക് ജനാപത്തുണ്ടായാൽ കുളിക്കാനുള്ള വെള്ളം പോലും നമ്മൾ കോരിക്കൊടുക്കണം. ആ പെണ്ണിന്റെ സ്വാതന്ത്ര്യം എത്രയാണ്. രണ്ടാമത്തെ ഘട്ടം ഭർത്താവ് എന്ന് പറയുന്ന പുരുഷനിലേക്ക് ഈ ബാധ്യത ഏൽപ്പിക്കുകയാണ് പരിശുദ്ധ ഇസ്ലാം. ഭർത്താവിനോട് ഇസ്ലാം പറയുന്നു, നീ ആ ഭാര്യയ്ക്ക് മഹർ കൊടുത്തു വേണം അവളെ സ്വീകരിക്കാൻ. ഭർത്താവിനോട് പറയുന്നു, നീ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നീ ഒരു വലീമത്ത്, ഒരു സദ്യ കൊടുക്കണം. മുഈറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു മുത്തനബിന്റെ ഹദറത്തിൽ വരുന്നു. ആ സ്വഹാബിയുടെ ഷർട്ടിൽ അവിടുന്ന് ധരിച്ച കുപ്പായത്തിൽ ഒരു മഞ്ഞ കളർ കാണുന്നു. അക്കാലത്ത് സഹോദരിമാർ അവരുടെ വീട്ടിന്റെ അകത്ത് ഉപയോഗിക്കുന്ന ഒരു സുഗന്ധത്തിന്റെ കളറാണ് മഞ്ഞ നിറം. അത് കണ്ടപ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി ചോദിച്ചു, മുഈറത്ത് ബിൻ ശുഅബ, നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഭാര്യയുണ്ടോ? നിങ്ങൾ കല്യാണം കഴിച്ചോ? അല്ലാഹുവിന്റെ ഹബീബിനോട് മുഈറത്ത് ബിൻ ശുഅബ തങ്ങൾ പറയുന്നു, നബിയേ, ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു പുതിയ ആപ്പിളയായിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഔലിം വലൗ ബിശാ, ഒരു ആട്ടിനെ അറുത്തിട്ടെങ്കിലും ഒരു സദ്യ കൊടുക്കണേ. വരീമത്ത് കൊടുക്കൽ പുരുഷന്റെ ബാധ്യതയാണ്. മഹർ കൊടുക്കൽ പുരുഷന്റെ ബാധ്യതയാണ്. തീരുന്നില്ല. ഓരോ ദിവസവും 800 ഗ്രാം അരി കൊടുക്കണം നമ്മുടെ ഭാര്യയ്ക്ക്. സ്ത്രീകൾ ഇപ്പുറത്തുനിന്ന് പറയുന്നുണ്ടാവും, ഉസ്താദേ അജാതി വേണ്ട, ഒരു അരമണിക്കൂറും കൂടി പറഞ്ഞു. സ്ത്രീകൾക്ക് ഓരോ ദിവസവും 800 ഗ്രാം അരി കൊടുക്കണം. പോരാ, അരി മാത്രം പോരാ, അത് കറി വെക്കാൻ ആവശ്യമുള്ളത് മുഴുവനും, ഇറച്ചി, ഉപ്പ്, അരി പൊടിക്കാനുള്ള പൈസ, ആ ഭക്ഷണം പാകം ചെയ്യാനുള്ള പാത്രങ്ങൾ, ഇങ്ങനെ തുടങ്ങി എല്ലാം ഭർത്താവ് ഓരോ ദിവസവും ഭാര്യയ്ക്ക് കൊടുക്കേണ്ടതാണ്. അവൾക്ക് പരിശുദ്ധ ഇസ്ലാം വെച്ച സ്വാതന്ത്ര്യം നോക്കൂ. എല്ലാം ഭർത്താവ് ചെയ്തു കൊടുക്കണം. വർഷത്തിൽ 2 തവണ നല്ല പർദ്ദ മേടിച്ചു കൊടുക്കണം. ഇസ്ലാം പറയുന്നു. തീരുന്നില്ല. കട്ടില് വേണം, ചെരുപ്പ് വേണം, കാലുറ വേണം, അരയുടുപ്പ് വേണം, മക്കന വേണം, തലയണ വേണം, പുതപ്പ് വേണം, താളി വേണം, സോപ്പ് വേണം, ബ്രഷ് വേണം. ഇനി എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ എല്ലാം ഭർത്താവ് ഭാര്യയ്ക്ക് മേടിച്ചു കൊടുക്കണം. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു.
ഇത്രയേറെ സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് കൊടുത്ത മതം വേറെയുണ്ട് സഹോദരങ്ങളെ. ആ ഭാര്യമാരെ അടിക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ച മതം പരിശുദ്ധ ഇസ്ലാമാണ്. ആ ഭാര്യമാർക്ക് ജോലിയൊന്ന് സഹായിച്ചു കൊടുക്കണമെന്ന് പഠിപ്പിച്ച മതം പരിശുദ്ധ ഇസ്ലാമാണ്. സുഹൃത്തുക്കളെ, ഇസ്ലാമിനെ നമ്മൾ പഠിക്കണം. നമ്മളൊക്കെ ഭാര്യമാർക്ക് ജോലിയിൽ സഹായിച്ചു കൊടുക്കണം. വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആ ഭാര്യയോട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറയണമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുവിന്റെ രക്ഷ നിനക്ക് ഉണ്ടാകട്ടെ. ഭാര്യയ്ക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കണം. ഭാര്യയെ കാണുമ്പോഴൊന്ന് പ്രാർത്ഥിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ആരാണ് നമ്മുടെ ഭാര്യ എന്നറിയോ സഹോദരങ്ങളെ? നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി പകലന്തിയോളം കഷ്ടപ്പെടുന്നവരാണ്. ഒരു ദിവസം പോലും നമ്മുടെ മക്കളെ പരിപാലിക്കാൻ നമുക്ക് കഴിയുകയില്ല. കുട്ടികളെ പരിപാലിക്കാനുള്ള കഴിവ് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കാണുള്ളത്. അതിനുള്ള ക്ഷമയും അവർക്കാണുള്ളത്. രാത്രി ഉറക്കമൊഴിച്ചിരുന്നു കൊണ്ട് മക്കളെ നോക്കാൻ ഓ പ്രിയപ്പെട്ട യുവാക്കളെ നമുക്ക് കഴിയില്ല. നിങ്ങൾ രാത്രി സമയത്ത് ഉറക്കിൽ നിന്ന് ഞെട്ടിയുണർന്നു നോക്കൂ. തൊട്ടില പിടിച്ചുകൊണ്ട് നമ്മുടെ ഭാര്യ ഉറങ്ങാതെ കുഞ്ഞിനെ ആട്ടിക്കൊടുക്കുകയാണ്. ആ കുഞ്ഞിന് പാല് കൊടുക്കുകയാണ്. ആ കുഞ്ഞിന് അസുഖമാണെന്നറിയുമ്പോൾ, പനി എന്ന് കേൾക്കുമ്പോഴേക്കും ഉമ്മ കരയുകയാണ്. ഉമ്മ സങ്കടപ്പെടുകയാണ്. ഉമ്മ ഭക്ഷണം കഴിക്കുന്നില്ല. എത്രയോ പട്ടിണി കിടക്കുന്നുണ്ട്. നമ്മുടെ ഭാര്യമാർ എത്രയോ പട്ടിണി കിടക്കുന്നുണ്ട്, നമ്മളതറിയുന്നില്ല. നമുക്കൊരു നേരം ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അന്നവിടെ ബദർ കഴിക്കുന്നു. പക്ഷേ നമ്മുടെ ഭാര്യ പലപ്പോഴും ഭക്ഷണമില്ല. നമ്മൾ ഭക്ഷണം കഴിച്ചപ്പം ഭാര്യക്കുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ ഭക്ഷണത്തിന്റെ ബാക്കി അല്പം കിട്ടിയപ്പോൾ ഇവൾ അടുക്കളയിലേക്ക് കൊണ്ടുപോയിട്ട് ആ വറ്റിന്റെ മണി കറി വെച്ച ചട്ടിയിലേക്ക് അങ്ങോട്ട് കോൺക്രീറ്റുകാർ കുഴക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കുഴക്കലും കുഴച്ച് ആ രണ്ട് കുടി വായിലിട്ടുകൊണ്ട് എത്രയോ ദിവസം പട്ടിണി കിടന്നിട്ടുണ്ട് നമ്മുടെ ഭാര്യ. നമ്മളറിയണം. അങ്ങനെ നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആ ഭാര്യയെ ചീത്ത പിടിക്കരുത്, അവരോട് ദേഷ്യം പിടിക്കരുത്. ഇങ്ങനെ പഠിപ്പിച്ച മതം ഇസ്ലാമല്ലാതെ വേറെയുണ്ട്. അവരെ കാണുന്ന സമയത്ത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് അവർക്കൊരു പ്രാർത്ഥന സമ്മാനിക്കണം. ആ ഭാര്യയുടെ കൈ പിടിച്ചുകൊണ്ടൊരു മുസാഫഹത്ത് ചെയ്യണമെന്ന് റസൂലുള്ളാഹി. ഭാര്യന്റെ കൈ പിടിച്ചിട്ട് ഞെക്കി വേദനിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ എപ്പോഴെങ്കിലും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ആ കൈയൊന്ന് പിടിച്ച് മുസാഫഹത്ത് നടത്തിയിട്ടുണ്ടോ സുഹൃത്തുക്കളെ? അങ്ങനെ മുസാഫഹത്ത് നടത്തുമ്പോൾ അവരുടെ വിരലുകൾക്കിടയിലൂടെ അവര് ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. ആ പാപങ്ങൾ മുഴുവനും കൊഴിഞ്ഞു പോകും. ഭാര്യയ്ക്ക് സലാം പറയണം, കൈയൊന്ന് പിടിക്കണം, തീരുന്നില്ല. മുത്തുനബി പറയുന്നു, ഒരു മുഅ്മിനായ മനുഷ്യനെ കാണുന്ന സമയത്ത് നീ ഒരു പുഞ്ചിരി സമ്മാനിക്കണം, അത് സ്വതഖയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വന്തം ഭാര്യയുടെ സമീപത്ത് ചെല്ലുമ്പോൾ സലാം പറയണം, കൈ പിടിച്ചൊരു മുസാഫഹത്ത് ചെയ്യണം, ആ ഭാര്യയ്ക്കൊരു പുഞ്ചിരി സമ്മാനിക്കണം. അങ്ങനെ ഭാര്യന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുമ്പോൾ, ഒന്ന് ചിരിക്കുമ്പോൾ, ഫേസ് ടു ഫേസ് മുഖാമുഖം ഒന്ന് നോക്കുമ്പോൾ രണ്ടുപേരിലേക്കും കാരുണ്യത്തിന്റെ നോട്ടം പടച്ച റബ്ബ് നോക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനത്തെ ഒരു മതം വേറെ ഏതുണ്ട്? സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കണമെന്നും കൈ പിടിച്ചൊന്ന് മുസാഫഹത്ത് ചെയ്യണമെന്നും കാണുമ്പോഴേക്കൊന്ന് പ്രാർത്ഥിച്ചു കൊടുക്കണമെന്നും ആ ഭാര്യയ്ക്ക് നേരമാകുമ്പോൾ ഭക്ഷണം കൊടുക്കണമെന്നും അവൾക്ക് താമസിക്കാനുള്ള താമസ സൗകര്യങ്ങൾ കൊടുക്കണമെന്നും ഇങ്ങനെ വലിയ വലിയ സ്വാതന്ത്ര്യമാണ് പരിശുദ്ധ ഇസ്ലാം സഹോദരിമാർക്ക് വെച്ചിട്ടുള്ളത്. അവർക്കൊരൊറ്റ ഡ്യൂട്ടിയേ ഉള്ളൂ, അത് ഭർത്താവിനെ അനുസരിക്കുക
ഏറ്റെടുക്കലാണ്. അവരുടെ ബാധ്യതകൾ മുഴുവനും അല്ലാഹു പുരുഷന്മാരെ ഏൽപ്പിക്കുന്നു. അർറിജാലു ഖവ്വാമൂന അലന്നിസാ. അർറിജാലു പുരുഷന്മാരെന്ന് പറയുന്നതാരാണ്? ഖവ്വാമൂന അലന്നിസാ. സ്ത്രീകളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിക്കപ്പെട്ടവരാണ് പുരുഷന്മാർ. ഖുർആൻ പറയുന്നു, ആദ്യഘട്ടം ബാപ്പ എന്ന പുരുഷനിൽ ഏൽപ്പിച്ചു. വിവാഹം കഴിയലോടുകൂടെ ഭർത്താവ് എന്ന് പറയുന്ന പുരുഷനിലേക്ക് ആ ബാധ്യതകൾ മാറ്റിവെച്ചു. എന്നിട്ട് ആ ഭർത്താവിനോട് നീ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ആ പെണ്ണിനെ പരിശുദ്ധ മതം പഠിപ്പിക്കുകയാണ്. ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഒരു പെണ്ണ് 5 വഖ്ത് കൃത്യമായി നിസ്കരിച്ചാൽ, ഈ സദസ്സിലുള്ള എല്ലാവരോടും എന്റെ നഫ്സിനോടും ഓർമ്മപ്പെടുത്തുന്നു, 5 വഖ്ത് കൃത്യമായി നിസ്കരിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ നിങ്ങൾ പറഞ്ഞല്ലോ, എന്റെ മഹത്വം കേട്ടി. ഞാൻ എപ്പോഴും ഇതിനെ പോവലുണ്ട്. അങ്ങനെ ഒരിക്കലും പോകുമ്പോൾ കേട്ടു, ഒരു വീട്ടിൽ നിന്ന് ഒരു ഉമ്മ മകളോട് ചോദിക്കുകയാണ്, മോളെ അസ്റാൻ കൊടുത്തോ? അപ്പൊ ഉമ്മ ചോദിച്ചു, മകളെ ചോദിച്ചു, എന്താ അമ്മ അസ്റാൻ കൊടുത്തിട്ടില്ലല്ലോ? എന്താ ഉമ്മ എന്താ അങ്ങനെ ചോദിച്ചു? അല്ല, ഉമ്മച്ചിക്ക് ളുഹർ നിസ്കരിക്കാൻ ളുഹ്റാൻ കൊടുത്താൽ പോലെ. ഉമ്മ ചോദിക്കുന്നത് അസ്റാൻ കൊടുത്തോന്ന. അപ്പൊ ചില ഉമ്മമാരൊക്കെ ളുഹർ നിസ്കരിക്കൽ അസറിന്റെ മൂട്ടിലാണ്, പാടില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികെ ഒരാൾ വന്ന് ചോദിച്ചു, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്. അല്ലാഹുവിന് ഇഷ്ടമുള്ള അമലുകൾ ഏതൊക്കെയാണ് നബിയേ? അല്ലാഹുവിന് ഇഷ്ടമുള്ള അമലുകൾ ഏതൊക്കെയാണ് ഹബീബേ? ആ ചോദ്യത്തിന് മുത്തുനബി ആദ്യം തന്നെ മറുപടി, ആദ്യം പറഞ്ഞ മറുപടി, അസ്സലാത്തു അലാ അവ്വലി വഖ്തിഹാ ഖാല റസൂലുള്ളാഹി. നിസ്കാരം അതിന്റെ ആദ്യ ടൈമിൽ ആദ്യ വഖ്തിൽ നിർവഹിക്കലാണ് പടച്ച റബ്ബിന് ഏറ്റവും ഇഷ്ടമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഭാഗ്യം നൽകുമാറാകട്ടെ. മുത്തുനബി പറയുന്നു, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ. ഒരു പെണ്ണ് 5 വഖ്ത് കൃത്യമായി നിസ്കരിച്ചാൽ, വസാമത് ശഹറഹാ. വിശുദ്ധ റമളാൻ വന്നപ്പോൾ ആ പെണ്ണ് ശുദ്ധിയുള്ള ദിവസങ്ങളിൽ മുഴുവനും നോമ്പെടുക്കുകയും ചെയ്താൽ, വഹഫളത് ഫർജഹാ. അവളുടെ മുഖ്യഭാഗം അവൾ സൂക്ഷിച്ചു ജീവിച്ചാൽ, വഅതാഅത് സൗജഹാ. ഭർത്താവിന് വഴിപ്പെടുകയും ചെയ്താൽ, ഭർത്താവിനെ അനുസരിച്ചു, ഭർത്താവിനെ ബഹുമാനിച്ചു, ഭർത്താവിനെ സ്നേഹിച്ചു, ഈ ഒരു സ്വഭാവവും ഈ ഒരു ഗുണവും ഒരു പെണ്ണിൽ ഉണ്ടായാൽ, ഉദ്ഖുലിൽ ജന്നത മിൻ അയ്യി അബ്വാബിൽ ജന്ന, ഉദ്ഖുലിൽ ജന്ന. ആ പെണ്ണിനോട് പറയപ്പെടും, നീ സ്വർഗ്ഗത്തിലേക്ക് കടന്നു. മിൻ അയ്യി അബ്വാബിൽ ജന്ന. നീ ഇഷ്ടപ്പെടുന്ന വാതിലിലൂടെ സ്വർഗത്തിലേക്ക് കടക്കാൻ ഒരുപാട് ഡോറുകളുണ്ട്. നീ ഇഷ്ടപ്പെടുന്ന ഡോറിലൂടെ സ്വർഗത്തിലേക്ക് കടന്നോ എന്ന് ആ പെണ്ണിനോട് പറയപ്പെടും സയ്യിദുനാ റസൂലുള്ളാഹി. ഓ ഉമ്മമാരെ, നിങ്ങൾ 5 വഖ്ത് നിസ്കരിക്കുക, വിശുദ്ധ റമളാനിൽ വ്രതമെടുക്കുക, നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. 4ാമത് മുത്തുനബി പറഞ്ഞത് ഭർത്താവിന് വഴിപ്പെടുക. ഇതേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. നിങ്ങളുടെ ബാധ്യതകൾ മുഴുവനും 3 ഘട്ടങ്ങളിൽ പുരുഷന്മാരിൽ ഏൽപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് ഭർത്താവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹ്ക്ക് വഴിപ്പെടണമെന്ന് പറഞ്ഞ ഉടനെ പിന്നെ ഇസ്ലാം പറയുന്നത് തന്നെ കല്യാണം കഴിച്ച ഭർത്താവിന് വഴിപ്പെടണം എന്നാണ്. അതിന്റെ ഗൗരവം എന്റെ സംസാരം കേൾക്കുന്ന എല്ലാ സഹോദരിമാരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മുത്തുനബിന്റെ അരികിൽ ഒരു സഹോദരി വരും. നബി തങ്ങൾ ചോദിച്ചു, നിനക്ക് ഭർത്താവുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? ഭർത്താവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, എനിക്ക് ഭർത്താവുണ്ട് നബിയേ.
എനിക്ക് ഭർത്താവുണ്ടെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ഒരൊറ്റ വാക്കാണ് ആ പെണ്ണിനോട് പറഞ്ഞത്, ഫഇന്നമാ ഹുവ ജന്നതുകി വനാറുകി. നിനക്ക് ഭർത്താവുണ്ടല്ലേ, എന്നാൽ ആ ഭർത്താവ് നിന്റെ സ്വർഗവുമാണ് നിന്റെ നരകവുമാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ ഭർത്താവിനെ നീ നന്നായി അനുസരിച്ച്, ആ ഭർത്താവിനെ സ്നേഹിച്ച്, ഭർത്താവിനെ ബഹുമാനിച്ച് ജീവിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട്. ശഫീഉനാ റസൂലുള്ളാഹി. ആ ഭർത്താവിനെ വേദനിപ്പിച്ച്, നാവ് കൊണ്ട് ബുദ്ധിമുട്ടിച്ച്, ആ ഭർത്താവിനെ ചീത്ത പറഞ്ഞ്, ആ ഭർത്താവിനെ കുറ്റം പറഞ്ഞ്, അങ്ങനെ ഭർത്താവിനെ പ്രയാസപ്പെടുത്തിയാൽ ഒരു പക്ഷേ നിന്റെ ഭർത്താവിനില്ലാത്ത സൗന്ദര്യം കാണില്ല, ഒരു പക്ഷേ സമ്പത്ത് കാണില്ല, നിന്റെ അത്ര ഒന്നുകൊണ്ടും ഭർത്താവ് ഉയർന്നവനല്ലെങ്കിലും നിന്റെ ഭർത്താവാണോ ആ ഭർത്താവിനെ നീ അനുസരിക്കണം. അനുസരിച്ചില്ലെങ്കിൽ നിനക്ക് നരകമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഒരു അടിമ മറ്റൊരു അടിമക്ക് സുജൂദ് ചെയ്യൽ അനുവദനീയമായിരുന്നുവെങ്കിൽ സുജൂദ് അല്ലാഹുവിനെ ചെയ്യാൻ പാടുള്ളൂ, സുജൂദ് പടച്ചറപ്പിനെ പാടുള്ളൂ. അല്ല, ഒരു അടിമ മറ്റൊരു അടിമക്ക് സുജൂദ് ചെയ്യൽ അനുവദനീയമായിരുന്നുവെങ്കിൽ എല്ലാ ഭർത്താവിന്റെ മുമ്പിലും സുജൂദ് ചെയ്യാൻ ഭാര്യമാരോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു. ഹബീബ് റസൂലുള്ളാഹി. അത്രയേറെ ബാധ്യതകൾ ഭർത്താവിനോട് നമുക്കുണ്ട്. ഉമ്മമാർ ആ വിഷയങ്ങളൊക്കെ അറിയണം. ഭർത്താവിനെ അനുസരിച്ചിട്ടാണ് ഒരു പെണ്ണ് ജീവിക്കുന്നതെങ്കിൽ അവൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്താണ്? പരിശുദ്ധ ഇസ്ലാം പറയുന്നു, അനന്തവിശ്വതമായ ആകാശത്തിലൂടെ പറക്കുന്ന പറവകൾ ആ പെണ്ണിന് പൊറുക്കലിന് തേടുകയാണ്. കടലിന്റെ ആഴിയിലൂടെ ഊളിയിട്ട് നീങ്ങുന്ന മത്സ്യങ്ങൾ അല്ലാഹ് ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്ന പെണ്ണിന് വേണ്ടി പൊറുക്കലിന് തേടുകയാണ്. വാനലോകത്തുള്ള മലക്കുകളും ഭർത്താവിനെ സ്നേഹിച്ചും ബഹുമാനിച്ചും ജീവിക്കുന്ന പെണ്ണിന് വേണ്ടി പൊറുക്കലിന് തേടുന്നു. ഹബീബ് റസൂലുള്ളാഹി. ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, എത്രയെത്ര നേട്ടങ്ങളാണ്, ഗുണങ്ങളാണ് പരിശുദ്ധ ഇസ്ലാം നിങ്ങൾക്ക് വെച്ചത്. പ്രസവിക്കാനുള്ള കഴിവ് നിങ്ങൾക്കാണ് അല്ലാഹു തന്നത്. ഒരുപാട് നമ്മൾ പറഞ്ഞു. ഇനി പ്രസവിക്കാനുള്ള ആ കഴിവും അല്ലാഹു തന്നത് നിങ്ങൾക്ക് മാത്രമേ അതിന് കഴിയൂ. സ്ത്രീകൾക്ക് മാത്രമേ പ്രസവിക്കാൻ കഴിയൂ എന്ന വാക്കാണ് ചില ആളുകൾ മാത്രം എന്നത് കുറച്ച് മുമ്പ് കൊടുക്കൂ. എന്നിട്ട് സ്ത്രീകൾക്ക് പ്രസവിക്കാൻ മാത്രമേ കഴിയൂ എന്നാൽ സ്ത്രീകൾക്ക് മാത്രമേ പ്രസവിക്കാൻ കഴിയൂ എന്ന ഉസ്താദിന്റെ ഒരു വാക്ക് സ്ത്രീകൾക്ക് പ്രസവിക്കാൻ മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞ് മാറ്റിക്കൊടുത്ത് കോലാഹലങ്ങളുണ്ടാക്കിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സ്ത്രീകളുടെ മഹത്വം ഉസ്താദ് പറഞ്ഞതാണ്, ഇസ്ലാം പഠിപ്പിച്ചതാണ്. ആ ഇസ്ലാം പഠിപ്പിച്ച കാര്യം ഉസ്താദ് സമൂഹത്തോട് പറഞ്ഞതാണ്. സ്ത്രീകൾക്കല്ലാതെ പുരുഷന് പ്രസവിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അങ്ങനെ പ്രസവിക്കുന്ന സ്ത്രീക്ക് പരിശുദ്ധ ഇസ്ലാം 4 മഹത്വങ്ങൾ വെച്ചു. 4 ഭാഗത്തിലൂടെ സഹോദരിമാർക്ക് വലിയ ഗുണങ്ങൾ ലഭിക്കുകയാണ്. പ്രസവിച്ച ഉമ്മമാർക്ക് ലഭിക്കുന്ന ഗുണം 1, മർത്യ സമൂഹത്തിന്റെ ഉന്നമനത്തിന് പരിശുദ്ധ ഇസ്ലാം അനുവദിച്ച ഹലാലായ മാർഗത്തിലൂടെ നിക്കാഹിലൂടെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന ഉമ്മക്ക് പടച്ചറപ്പിന്റെ പൊരുത്തം ലഭിക്കുന്നു. ഒരു നേട്ടം. രണ്ടാമത്തെ ഗുണം, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾ കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണിനെ വിവാഹം ചെയ്യണം. കാരണം നാളെ പരലോകത്ത് വരുമ്പം എന്റെ സമുദായത്തിൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ അണികളുള്ളത് എന്ന് പറഞ്ഞെനിക്ക് അഭിമാനിക്കാൻ നിങ്ങൾ കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണിനെ വിവാഹം ചെയ്യണമെന്ന് ഹബീബ് റസൂലുള്ളാഹി. കൂടുതൽ പ്രസവിക്കുന്നവൾക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊരുത്തം ലഭിക്കുകയാണ്. മൂന്നാമത് പെണ്ണിന് ലഭിക്കുന്ന ഉമ്മമാർക്ക് ലഭിക്കുന്ന ഗുണം നിന്റെ കുട്ടിയുടെ ദുആയാണ്.
ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാഹ്. ഉമ്മ മരിച്ചുപോയി. അള്ളാന്റെ ഹബീബ് പറയുന്നു, ഒരു മനുഷ്യനങ്ങ് മരിച്ചു കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചു, ആ മനുഷ്യൻ ചെയ്യുന്നതൊക്കെ അവസാനിച്ചു. 3 വഴികളിലൂടെ വരുന്നതൊഴികെ 3 വഴികളിലൂടെ ഖബറിലേക്ക് ലഭിക്കുന്നതുണ്ട്. എന്നിട്ട് മുത്തുനബി പറയുന്നു, വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നൊരു സ്വാലിഹായ കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പ്രാർത്ഥന നിന്റെ ഖബറിലേക്ക് ലഭിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഉമ്മമാരെ, വലിയൊരു ഭാഗ്യമല്ലേ ഈ ലഭിക്കുന്നത്? 4ാമത് ഹബീബ് പറയുന്നു, നമ്മുടെ ചെറിയ മക്കളാരെങ്കിലും നേരത്തെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ മക്കൾ നമുക്ക് നഷ്ടമാണെന്ന് കരുതി പോവണ്ട. ആ മക്കൾ നമുക്ക് നഷ്ടമാണെന്ന് ചിന്തിച്ചു പോകണ്ട. അത് നമുക്കൊരു സൂക്ഷിപ്പ് സ്വത്താണ്. നേരത്തെ ചെറിയ മക്കൾ നമുക്ക് മരിച്ചു പോയെങ്കിൽ ഉമ്മമാരെ, നമുക്ക് വേണ്ടി ആ മക്കള് പടച്ചറപ്പിന്റെ മുമ്പിൽ ശഫാഅത്ത് പറഞ്ഞു നമ്മുടെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് പോകും. ഹബീബ് റസൂലുള്ളാഹി. ഈ നേട്ടങ്ങളൊക്കെ നമുക്ക് ഉമ്മമാർക്ക് ലഭിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാം പറയുന്നു, സ്ത്രീകൾക്ക് 3 ഘട്ടങ്ങളിലായി അവരുടെ ബാധ്യതകൾ മുഴുവനും പുരുഷന്മാരിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. സ്ത്രീയുടെ ബാധ്യത ഭർത്താവെന്ന് പറയുന്ന പുരുഷനെ നന്നായി ആദരിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യലാണ്. ഭർത്താവിനോടൊരു പെണ്ണ് പറയുകയാണ്, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, നിങ്ങളിൽ നിന്ന് എനിക്ക് ഇക്കാലം അത്രയും ഒരു ഗുണവും ലഭിച്ചിട്ടില്ല എന്ന് ഭർത്താവിന്റെ മുഖത്ത് നോക്കി നന്ദി കെട്ട ഈ ശൈലിയിൽ ഒരു വാക്ക് പെണ്ണ് പറഞ്ഞാൽ ഏത് പെണ്ണാണ്? അവൾക്ക് കൂമ്പാരമായ നിസ്കാരം, ധാരാളം ഖുർആൻ ഓതിയ പെണ്ണാണ്, സുന്നത്തായ നിസ്കാരങ്ങളിൽ ധാരാളമുള്ളവളാണ്. എല്ലാ അമലുകളും ഉള്ള ഒരു പെണ്ണിന്റെ വായിൽ നിന്നൊരു വാക്ക് പുറത്തു വരുന്നു, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, നിങ്ങളിൽ നിന്ന് ഇക്കാലം അത്രയും എനിക്കൊരു ഗുണവും ലഭിച്ചിട്ടില്ല എന്ന് ഭർത്താവിനെ നോക്കി അങ്ങ് പറഞ്ഞാൽ ഫഖദ് ഹബിത അമലുഹാ, ആ ഒരൊറ്റ വാക്കുകൊണ്ട് തന്നെ അവൾ ചെയ്തു പോയ എല്ലാ അമലുകളും പൊളിഞ്ഞുപോയി. മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് പെണ്ണ് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. വലിയ വലിയ അപകടത്തിലേക്കാണ് എത്തിപ്പെടുകയെന്ന് നിങ്ങൾ ഓർക്കണം. എപ്പോഴാണ് ഇത് പറയൽ? കാര്യമായി വിശുദ്ധ റമളാനൊക്കെ കഴിയാറാവുമ്പോൾ ചില ഭർത്താക്കൾ ഭാര്യമാർക്ക് ഡ്രസ്സൊക്കെ കൊടുക്കും. വർഷത്തിൽ 2 ഡ്രസ്സാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി അതിലപ്പുറം കൊടുക്കുന്നവരുണ്ടെങ്കിൽ അതൊന്നും നിർത്തുന്നും വേണ്ടട്ടോ, വയല് കേട്ടിട്ട് നിർത്തണ്ട. നമ്മൾ കൊടുക്കുന്ന വസ്ത്രം തന്നെ നല്ല ക്വാളിറ്റിയുള്ള വസ്ത്രം കൊടുക്കാൻ ശ്രദ്ധിക്കണം. എങ്ങനെ? അവൾ അത് ധരിച്ചാൽ ശരീരത്തിന്റെ നിറം പുറത്തു കാണാത്ത വസ്ത്രമായിരിക്കണം. അത് തയ്പ്പിച്ചാൽ, അവളെ ധരിച്ചാൽ അവരുടെ ശരീരത്തിന്റെ വണ്ണവലിപ്പം പുറത്തു കാണാത്ത രൂപത്തിലുള്ള വസ്ത്രമായിരിക്കണം. ബോഡി ഷേപ്പ്, പർദ്ദ, ഡ്രസ് ഒന്നും സ്ത്രീകൾക്ക് പാടില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം പറയും. പുരുഷന്മാർക്ക് തന്നെ പാടില്ല. ശരീരത്തോട് ഒട്ടി നിൽക്കുന്ന വസ്ത്രം പുരുഷന് തന്നെ പാടില്ല. പിന്നെന്ത് പറയാനാ സ്ത്രീകൾക്ക് പാടില്ല?
അപ്പോൾ വാങ്ങിക്കൊടുക്കുന്ന ഡ്രസ്സ് നല്ല മുന്തിയ ഡ്രസ്സാവുക. പർദ്ദ കറുത്ത നിറാക്കാൻ തന്നെ കാരണം എന്താണ്? വേറെ കളറില്ലാത്തത് കൊണ്ടാണ്? അല്ല, പർദ്ദന്റെ കളറ് കറുപ്പാകാൻ തന്നെ കാരണം ആകർഷണം കുറയാനാണ്. എന്നിട്ട് അതൊക്കെ ബോഡി ഷേപ്പാക്കി. ഇവിടെയുള്ള പെണ്ണുങ്ങളെ പറ്റിയൊന്നുമല്ല ഞാൻ പറയുന്നത്, കുന്നിന്റെ മുകളിലാണ് വന്ന ആരോഗ്യത്തോടെ പോണം. ലണ്ടനിലും അമേരിക്കയിലൊക്കെ ഉള്ള കഥയാ പറയുന്നത്. ബോഡി ഷേപ്പ് ധരിച്ച വസ്ത്രത്തിന്റെ ഉള്ളിലൂടെ ശരീരം മുഴുവനും പുറത്തു. അങ്ങനത്തെ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല, അത്തരം ഡ്രസ്സുകൾ മേടിച്ചു കൊടുക്കാനും പാടില്ല. എപ്പോഴെങ്കിലും നിനക്ക് കൊണ്ടുതന്ന വസ്ത്രം അത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് അതിൻ്റെതായ ശൈലിയിൽ ഭർത്താവിനോട് പറയുകയല്ലാതെ നിങ്ങളിൽ നിന്ന് ഇക്കാലമത്രയും എനിക്കൊരു ഗുണവും ലഭിച്ചിട്ടില്ല. ചില സഹോദരിമാര് പറയും, 10-15 കൊല്ലായില്ലേ നിങ്ങളെ കെട്ടിയിട്ട്, ഇതുവരെ നല്ലതൊന്നും കൊടുക്കാൻ മേടിച്ചു കൊടുക്കണോ? ഈ ശൈലിയിൽ പറഞ്ഞാൽ അവളുടെ എല്ലാ അമലുകളും പൊളിഞ്ഞു പോയെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. വളരെ ശ്രദ്ധിക്കണം ഉമ്മമാരെ. പലപ്പോഴും നിങ്ങൾക്ക് അപകടം സംഭവിക്കുന്നത് ഭർത്താവിനോടുള്ള പെരുമാറ്റത്തിലാണ്. നിങ്ങൾ ആലോചിക്കണം, വളരെ ആലോചിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ നരകത്തിന്റെ പാർശ്വഭാഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് സ്ത്രീകളെ നരകത്തിൽ കാണുകയാണ്. ഒരുപാട് സ്ത്രീകളെ നരകത്തിൽ കാണുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് അവിടുത്തെ ക്ലാസിൽ വെച്ചുകൊണ്ട് സ്വഹാബിയത്താകുന്ന വനിതകളോട് പറയുന്നു, കൂടുതൽ സ്ത്രീകളെ എനിക്ക് നരകത്തിൽ കാണാൻ കഴിഞ്ഞു. സ്ത്രീകൾ അധികവും നരകത്തിലാണ്. കാരണം സ്വഹാബി വനിതകൾ അന്വേഷിക്കുകയാണ്, എന്താണ് സ്ത്രീകൾ നരകത്തിലാകാനുള്ള കാരണം? ഇന്നഹുന്ന യുക്ഫിർനൽ ലഅന വയക്ഫുർനൽ അശീർ. 2 കാരണങ്ങളാണ് സ്ത്രീകൾ നരകത്തിലായി പോകാറുള്ളത്. ഒന്ന്, അവര് ശാപം വർദ്ധിപ്പിക്കുന്നവരാണ്. ശാപം ധാരാളം അവർ വർദ്ധിപ്പിക്കും. രണ്ടാമത് മുത്തുനബി പറയുന്നത്, കെട്ടിയ ഭർത്താവിനോട് അവര് നന്ദിയില്ലാതെ പെരുമാറും. ശഫീഉനാ റസൂലുള്ളാഹി. ഈ 2 കാരണങ്ങളാണ് സ്ത്രീകൾ അധികവും നരകത്തിലാണ്. ഞാൻ സഹോദരിമാരെ കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല. എന്തായി ഉസ്താദ് പറയുന്നത്? ഞങ്ങൾ ശാപം വർദ്ധിപ്പിക്കുന്നവരാണെന്നോ? ഞാനല്ല പറയുന്നത്, മുത്തുനബിയാണ്. ഞാൻ അതിന് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളാണ് ശാപം വർദ്ധിപ്പിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. നമ്മുടെ വീട്ടിൽ ഒരു 10 കിലോ പച്ചരി കൊണ്ടുവന്നു. അത് കഴുകി ഒന്ന് ഉണങ്ങാൻ വേണ്ടി ഒന്ന് വിരിച്ചു. വെയിലത്തിട്ടപ്പോൾ കാക്ക വന്ന് ആ അരി ഒന്ന് കൊത്തിയെടുത്താൽ, ഒന്ന് ചിക്കിപ്പരത്തിയാൽ ഉടനെ ഉമ്മമാര് പറയും, ഒരു ഒടുക്കത്തിലെ കോഴി, ഒടുക്കത്തിലെ കാക്ക. കാക്കയെയും കോഴിയെയും ചീത്ത വിളിക്കരുത്, ലഅനത്ത് ചെയ്യരുതെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് വരെ ഒരൊറ്റ ആളും കാക്കയെയോ കോഴിയെയോ ലഅനത്ത് ചെയ്തിട്ടുണ്ടാവൂല. സ്ത്രീകളോ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. ഭർത്താവിന്റെ ഡ്രസ്സ് അലക്കി ഉണങ്ങാനിട്ടത് പിന്നെ ചെന്ന് നോക്കുമ്പോൾ കാക്ക ഒന്ന് മറക്കി നിൽക്കും. കാക്കക്കാരും ഒരു കോർപ്പറേഷനിലും കാക്കക്ക് ടോയ്ലറ്റ് ഇല്ലല്ലോ. ഉടനെ തന്നെ ചില ഉമ്മമാര് പറയും, ഒരു ഒടുക്കത്തിലെ കാക്ക. കാക്കയെ ലഅനത്ത് ചെയ്യാൻ പാടില്ല. ചെയ്തിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. എത്രത്തോളം നമ്മുടെ സ്വന്തം മക്കൾ കളിക്കാൻ പോയതാണ്. കുട്ടികൾ ഇപ്പം ഒരു റാം മോഡലിനെ വളഞ്ഞിട്ടുണ്ട്. ക്രിക്കറ്റ് കളിച്ച് നേരല്ല ഇപ്പം മക്കളൊന്നും സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ റമദാനിൽ നോമ്പ് തുറക്കാനെന്ന് ബ്രെഡ് വാട്ടാൻ വേണ്ടി ബ്രെഡിന് പറഞ്ഞയച്ചൊരു കുട്ടി ബ്രെഡും മേടിച്ച് വരുമ്പോൾ കല്ല് മേപ്പോട്ടിട്ട് ഈ ബ്രെഡിന്റെ പാക്കറ്റോട്ട് അടിക്കാൻ തുടങ്ങി. വീട്ടിലെത്തി നോക്കുമ്പോ മൂട്ടിൽ 2 കഷ്ണം, ബാക്കിയൊക്കെ പോയി. എന്ത് കിട്ടിയാൽ അടുത്ത് നിൽക്കാൻ പേടിയാ കുട്ടികളുടെ അടുത്ത്. നമ്മളെ തന്നെ പിടിച്ചിട്ട് ബാറ്റ് ആക്കുന്നുള്ള പേടിയാ. അങ്ങനെ കളിക്കാൻ പോയ കുട്ടിയെ ഉമ്മ വിളിക്കുകയാണ്. തക്കാളി മേടിക്കാൻ
പച്ചക്കറി വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി മകനെ വിളിക്കുമ്പോ ആദ്യത്തെ വിളിക്കുമ്പം പറഞ്ഞു 4 റൺസ് എടുക്കുന്ന തിരക്കില്ല. രണ്ടാമത് വിളിച്ചപ്പോ പറഞ്ഞു 6. മൂന്നാമത് ഉമ്മ വിളിച്ചു കുഞ്ഞോനെ ഉമ്മ കണ്ട് ദേഷ്യം പിടിച്ച് പണ്ടാറപ്പാന്റെ കയ്യോ കാലോ കൂട്ടിപ്പോട്ടെ. ഇങ്ങനെ മക്കളെ ശപിക്കലാരാണ്? ബാപ്പാരാണ്. ബാപ്പ ശപിക്കൂല. ബാപ്പ ഒരൊറ്റ വിളിയാ കുഞ്ഞാനേന്ന് വിളിച്ച കുഞ്ഞാൻ അവിടെ കുഞ്ഞാൻക്കറിയാം ബാപ്പ രണ്ടാമത് വിളിക്കൂല. ബാപ്പന്റെ അരയിലുണ്ട് ഒരു പച്ച നെറ്റ്. രണ്ടാമത്തെ വിളി ബാപ്പക്കില്ല. ഇങ്ങനെ മക്കളെ വിളിച്ചിട്ട് വരാതെ വരുമ്പോൾ ലഅനത്ത് ചെയ്യുകയാണ്. ആ ശാപ പ്രാർത്ഥന ദുആക്ക് ഇജാബത്തുള്ള സമയവുമായി ഒന്ന് ഒത്തുപോയാൽ നിന്റെ കുട്ടിക്ക് അപകടം സംഭവിക്കും സഹോദരി. അതുകൊണ്ട് ലഅനത്ത് ചെയ്യല്ല. സ്ത്രീകൾ നരകത്തിലാകാൻ കൂടുതൽ കാരണം അവര് ലഅനത്ത് വർദ്ധിപ്പിക്കുന്നവരാണ്. കുറച്ച് മുമ്പൊക്കെ നമ്മളെ ഉമ്മാമ അടുപ്പിലിങ്ങനെ തിരികെ കത്താതെ വരുമ്പം റുക്കൂഇൽ സുജൂദിലൊക്കെ അടുപ്പിലേക്ക് ഊതും. അന്നത്തെ അടുപ്പ് നിലത്ത് പതിഞ്ഞ അടുപ്പ. ഈ ഇരിക്കണ പെണ്ണുങ്ങൾക്കൊന്നും ആ അടുപ്പന്നെ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. ഇന്നിങ്ങനെ ഗ്യാസ് ലൈറ്റിലിട്ട് അടിച്ചു കത്തിക്കല്ലേ. മുമ്പതല്ല, സുജൂദ് കിടന്ന് ഊതുമ്പോ 4 ഊതിട്ട് കത്തില്ലെങ്കിൽ ഒരു ഒടുക്കത്തിലെത്തി എന്ന് പറയുന്നുണ്ട്. തീയെ ലഅനത്ത് ചെയ്യാൻ പാടില്ല, തീയെ ശപിക്കാൻ പാടില്ല. ഇങ്ങനെ ശാപം വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് സ്ത്രീകൾ അധികവും നരകത്തിലാണ്. മറ്റൊന്ന്, ഭർത്താവിനോട് നന്ദിയില്ലാതെ പെരുമാറുന്നത് കൊണ്ടും സ്ത്രീകൾ നരകത്തിലാണ്. ശഫീഉനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഹബീബ് ഒന്നുകൂടെ പറഞ്ഞു, അയ്യുമംറഅത്തിൻ സഅലത സൗജഹ ത്വലാ മിൻ ഗൈരി മാ ബഅസ്. ഒരു കാര്യവുമില്ലാതെ ഭർത്താവിനോട് ത്വലാഖ് ഒരു പെണ്ണ് ചോദിച്ചാൽ, വീട്ടിൽ എന്തോ ചെറിയ വിഷയം ഉണ്ടായി, അപ്പോഴേക്കും നമുക്ക് ദേഷ്യം പിടിച്ച് ഇങ്ങനെ തലാഖ് കൊടുക്കുന്നതാണ്. എന്താ അലമാറിൽ വെച്ച് കൂട്ടിയതായി തലാഖ്. എന്നെ തലാഖ് കൊണ്ട് തന്നേക്കൂ, എന്നെ കെട്ടാൻ നാട്ടിൽ കുറെ ആൺകുട്ടികളുണ്ട് എന്നൊക്കെ ബടായി പറയുന്ന പെണ്ണുങ്ങളുണ്ട്. അങ്ങനെ ഭർത്താവിനോടൊരു കാര്യവുമില്ലാതെ തലാഖ് ചോദിച്ചാൽ ഫഹറാമുൻ അലൈഹാ റായിഹത്തുൽ ജന്ന, സ്വർഗത്തിന്റെ പരിമളം പോലും അത്തരം പെണ്ണുങ്ങൾക്ക് ഹറാമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ ഒന്നും സംസാരിക്കാൻ പാടില്ല, ത്വലാഖ് ചോദിക്കാൻ പാടില്ല, നിസ്സാര വിഷയത്തിന് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ഭർത്താവിനെ സ്നേഹിക്കുന്ന പെണ്ണ് ചെയ്യേണ്ടത് എന്താണ്? കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു തരാം. ഭർത്താവിന്റെ സ്നേഹം തിരിച്ചു കിട്ടാൻ ഒരു പെണ്ണ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്പർ 1, ഭർത്താവ് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ നിന്റെ പണിയൊക്കെ ഒന്ന് നിർത്തിവെച്ചിട്ട് നീയൊന്ന് പുറത്തേക്ക് വന്ന് ഭർത്താവിനൊന്ന് യാത്രയാക്കി കൊടുക്കണം. ഭർത്താവ് പോകാൻ വേണ്ടി ഒരു നിൽക്കുമ്പോ ഭർത്താവ് വിളിക്കാം, പാത്തുവോ? ഏത് പാത്തു? പരിസരത്തല്ല, അടുത്തവിടില്ല, ജമ്മു കശ്മീർക്കാണ് ദൂരത്തുമില്ല, കൂടെവിടോ പോയി. അങ്ങനൊന്നുമല്ല. ഭർത്താവ് രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പുറപ്പെടുമ്പോ നീയൊന്ന് പുറത്തേക്ക് വരണം. ആ ഭർത്താവിന്റെ ചെരുപ്പൊന്നെടുത്ത് വെച്ചു കൊടുക്കണം. ഇസ്ലാമാണിത് പറയുന്നത്. അങ്ങനെ ഭർത്താവ് ഒന്ന് പോകുന്ന സമയത്ത് നീ ഒന്ന് യാത്രയാക്കി കൊടുത്താൽ, ഒരു യാത്രയായിട്ടൊന്നും ഭർത്താവ്. പെണ്ണുങ്ങൾ പറയും നടക്കണ കച്ചവടം പറയും, നടക്കാത്തത് പറയുന്നത്. ഇതൊരു പൈസന്റെ ചെലവുള്ള കച്ചവടമല്ല, ഒരു നയാ പൈസന്റെ മുടക്കി പറഞ്ഞില്ല. ഈ അടുപ്പത്ത് ഇങ്ങനെ പെരകണ സമയത്തൊന്ന് പുറത്തേക്ക് വരിക, നിങ്ങൾ പോകാണ്, ഒന്ന് സലാം പറഞ്ഞു, ഒന്ന് കയ്യൊക്കെ പിടിച്ച് എന്ത് റാഹത്തുണ്ടാവും പോക്കിന്. നാളെ രാവിലെ മുതൽ നമ്മൾ അങ്ങനെ പോകല്ലേ? നിങ്ങൾ അഭിപ്രായം തന്നെ ഒരു മുണ്ടാട്ട് ഉഷാറില്ലാത്ത ഇത് ഞമ്മക്കുള്ള വേദന, ഇത് അന്യന്മാർക്കുള്ള വേദനല്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തിരിച്ചു വരുമ്പോഴേക്കും ഭർത്താവ് പോയി, ഭർത്താവിനെ യാത്ര അയച്ചു. ഇനി ഭർത്താവ് വൈകുന്നേരം ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്ക് വീടും പരിസരവും ഭർത്താവിന്റെ റൂമും വീട്ടിലെ ഗൃഹോപകരണങ്ങളും എല്ലാം ഒന്ന് വൃത്തിയിലും ഒതുക്കിയൊക്കെ വെച്ചൊന്ന് റെഡിയായിട്ട് ഇങ്ങനെ ഭർത്താവിനെ കാത്തു നിൽക്കുക.
ഭർത്താവ് വരുന്ന സമയമായാൽ അവിടെ പുറത്തു വന്നു നിന്ന് ഭർത്താവ് ഇങ്ങോട്ട് വരുമ്പോൾ ആ ഭർത്താവിനെ സ്വീകരിക്കുക, ഭർത്താവിനെ സ്വീകരിക്കുക. മുഹമ്മദ് റസൂലുള്ളാഹി അവിടുത്തെ പൊന്നോമന പുത്രി സയ്യിദത്തുനാ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുത്ത ഉപദേശങ്ങളാണ് പറയുന്നത്. മോളെ, ഭർത്താവ് വരുമ്പം നീ ഒന്ന് പുറത്തേക്ക് ചെന്ന് സ്വീകരിക്കണേ. ഭർത്താവ് ആ ഷൂ അഴിച്ചു വെച്ചാൽ അതൊന്ന് നീ എടുത്തു വെക്കണേ. ഭർത്താവ് വസ്ത്രമൊക്കെ അഴിച്ചു വെച്ചാൽ അതൊന്ന് നീ എടുത്ത് വൃത്തിയിൽ എടുത്തു വെക്കണേ. ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ ബാപ്പമാർ പെൺകുട്ടികൾക്ക് പഠിപ്പിക്കണം, ഭാര്യമാർ അറിയണം. നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിക്കണം. പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു ഭാര്യയും ഭർത്താവും ബാപ്പയും ഉമ്മയും വീട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടാൽ മക്കളത് പഠിക്കും. പിന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. രാവിലെ ഉപ്പ പോകാൻ സമയത്ത് ഉമ്മ പുറത്തുപോയി ബാപ്പയോട് സലാം പറഞ്ഞ് ബാപ്പന്റെ കയ്യൊക്കെ പിടിച്ച് സന്തോഷം പറഞ്ഞ് ബാപ്പനെ യാത്ര അയക്കുന്നത് മക്കള് കണ്ടാണ്. ബാപ്പ തിരിച്ചു വരുമ്പോഴേക്ക് വീടും പരിസരമൊക്കെ വൃത്തിയാക്കി എല്ലാം ശ്രദ്ധിക്കുന്ന ഒരു ഉമ്മയെ മക്കൾ കണ്ടാൽ ആ മക്കൾ നന്നാവൂലേ ഉമ്മമാരെ? ഇന്നൊക്കെ ചില വീട്ടിലേക്ക് ചെന്നാൽ, മുറ്റത്തേക്ക് ചെന്നാൽ തന്നെ ഏകദേശം ആ വീട്ടിന്റെ നിലവാരം മനസ്സിലാകും. മുറ്റത്തൊരു പോർച്ചുണ്ട്, 4 ഫൂട്ട് വഴിയേ ഉള്ളൂ, പക്ഷെ പോർച്ചൊക്കെ ഉണ്ട്, വണ്ടിയൊന്നുമില്ല. പക്ഷേ 2 ആടും 4 കുട്ടിയോടും ആ പോർച്ചിൽ. രാവിലെ സുബഹിസ്കരിച്ച് ഒരാള് വീട്ടിലേക്ക് വന്നാൽ നല്ല പുട്ടും ചായ, ആ പോർച്ചിന് വിട്ടും പുട്ടും ചായ. കൊതുക് അവിടുന്ന് പോകൂല. ഭാര്യമാര് ശ്രദ്ധിക്കണം. ചില ഭാര്യമാർ സഹോദരിമാർ വീട്ടിന്റെ മുറ്റത്തിങ്ങനെ അയല് കെട്ടും, മുറ്റത്തിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും അയലിട്ട് കെട്ടിട്ട് ആ അയലുമേൽ ഇടാൻ പറ്റാത്തതൊക്കെ അയലുമേൽ. മനുഷ്യന്മാരിങ്ങനെ വരുമ്പോ ആ ആളെ സ്വാഗതം ചെയ്യുന്നത് വേറെന്തോ കയ്യും കാലൊക്കെ ഉള്ള സാധനങ്ങൾ. അതൊന്നും പാടില്ല. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ വിചാരിച്ചാൽ ഒക്കെ ശരിയാവും. സുബ്ഹാനല്ലാഹ്. എന്റെ നാട്ടിന്റെ അടുത്താണ് ഞെളിയമ്പറം. അവിടേക്ക് ഒരു പെൺകുട്ടിനെ കെട്ടിച്ചു. ഓള് പിറ്റേന്ന് തന്നെ ബാപ്പനോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കൂല, എനിക്ക് ഇവിടെ മണത്തിട്ട് വയ്യ, ഞാൻ അങ്ങോട്ട് പോരാ. ബാപ്പ പറഞ്ഞു, പൊന്നാരം മോളെ അങ്ങനെ പറയില്ല, എത്ര കഷ്ടപ്പെട്ടിട്ടാ മോളെ എന്നെ കെട്ടിച്ചത്. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഓള് പറയാണ്, ഞാൻ വന്നതിന് ശേഷം മണക്കം മാറി, വളരെ സന്തോഷമാണ്. ഇപ്പൊ ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ഇവിടെ മണമൊന്നുമില്ല. ഓളതിനെ ഇച്ചു പോയി. അതിലേക്ക് മണപ്പോഴും നമ്മളെന്ത് വേണം, നമ്മൾ വന്നാൽ നമ്മൾ അവിടുത്തെ മത്സരങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ വൃത്തിയിലൊക്കെ ആക്കി ഒന്ന് ഉഷാറാക്കി കൊണ്ടുവരണം. ഭർത്താവ് വീട്ടിലേക്ക് വന്നാൽ ഇഷ്ടമുള്ള ഭക്ഷണം, ഭർത്താവിന് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഇടയ്ക്കിടയ്ക്ക് പാകം ചെയ്തിട്ട് ഭർത്താവിന് കൊണ്ട് കൊടുക്കുക. ഭർത്താവിന് ഇഷ്ടമുള്ള എന്തെങ്കിലും പാനീയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ, കുറച്ച് ദിവസമൊക്കെ ഭർത്താവിന്റെ കൂടെ ജീവിക്കുമ്പോൾ ഭർത്താവിന് ചിലപ്പം പായസം ഇഷ്ടമായിരിക്കും. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഭർത്താവിന് കൊണ്ടു കൊടുക്കുകയും ആ ഭർത്താവിന്റെ കൂടെ തന്നെ ഇരുന്നിട്ട് ഭർത്താവിനെ ഭക്ഷിപ്പിക്കുക, ഭർത്താവിനെ ഭക്ഷിപ്പിക്കുക. ആരെങ്കിലും ചെയ്തിട്ടുള്ളതൊക്കെ മേശപ്പുറത്ത് കൊണ്ടയച്ചിട്ട് ഒച്ചപ്പാടാ, ഒരു മഴക്ക ഇത് കൊണ്ടയച്ചിരിക്കുന്നത്. എല്ലാ അതപ്പും നഷ്ടപ്പെട്ടു പോയി. പേര് വിളിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കണം. അങ്ങനൊന്നും മുമ്പില്ലല്ലോ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്റെ ബാപ്പ ഉമ്മാനെ വിളിക്കല് നോക്കിയാന്ന, പേരതായിട്ടല്ല, പേര് ഫാത്തിമ എന്നായിരുന്നു. നോക്കിയാന്ന. ഉമ്മ എന്തെങ്കിലും ഒന്ന് ഇങ്ങോട്ട് പറയണമെങ്കിൽ നോക്കിയാണി ഒരാണി. എന്താണ് ആ വിളി? ഇന്നോ പുതിയാപ്പഴ ഒരു കോയാണെങ്കിൽ കോയക്ക, അദ്രമാനാണെങ്കിൽ അർമാൻക, അത് കൊടുവള്ളി ഭാഗത്ത് പോലെ അർമാൻകായ്, കോയക്കായ്, മൈസൂർക്കായ്, നേന്ത്രക്കായ്, ഇക്കായ് കായി വിളിക്കുക. പേര് വിളിക്കുക. വലിയ ഗുണമൊന്നുമില്ല, ഒന്നും വിളിക്കണം. ആ ഭർത്താവിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ മനത്തോടെ വളരെ അതബോട് കൂടെ സംസാരിക്കണം. ചില വീട്ടിൽ നിന്നൊക്കെ പെണ്ണുങ്ങൾ ഒച്ചകളെ പുറത്ത് കേൾക്കണം. ഭർത്താവ് സംസാരിക്കുന്നുണ്ടാവും അവിടെ, പക്ഷെ ഭർത്താവിന്റെ സംസാരം പുറത്ത് കേൾക്കില്ല. ഇവളത് കാണങ്ങനെ 4000 ആമ്പിളി തുറന്നമായി ഇങ്ങോട്ട് വെച്ചിട്ട് അടിക്കാൻ അടുത്ത പോലൊക്കെ കൊടുക്കും. അങ്ങനൊന്നും സംസാരിക്കരുത്. പെണ്ണിന്റെ സംസാരം പോലും ഔറത്താണ്. അത് വളരെ ശ്രദ്ധിക്കണം. വസ്ത്രങ്ങളൊക്കെ
വസ്ത്രങ്ങളൊക്കെ വൃത്തിയാക്കി. ഇതൊന്നും നിങ്ങളുടെ ഡ്യൂട്ടിയല്ല. ഈ വസ്ത്രം വൃത്തിയാക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ വീട്ടിലാകുന്ന സമയത്ത് നിങ്ങളെ വസ്ത്രങ്ങൾ അലക്കിത്തരാൻ ബാപ്പ ആളെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭർത്താവിന്റെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒരാളെ വസ്ത്രങ്ങളൊക്കെ നിയമമുണ്ട്. പക്ഷേ ചെയ്യേണ്ടത് എന്താണ്? ഭർത്താവിന്റെ വസ്ത്രങ്ങളൊക്കെ ഒന്ന് അലക്കി വൃത്തിയാക്കി യോജിച്ച വസ്ത്രങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക എന്നുള്ളത് ഭാര്യന്റെ ഒരു ബാധ്യതയാണ്. ഭാര്യമാർ അത് ചെയ്യണം. ഭർത്താവിന്റെ സ്നേഹം ആഗ്രഹിക്കുന്ന ഭാര്യ ചെയ്തിരിക്കും. അതുപോലെ ഭർത്താവിന്റെ ഉമ്മ, അമ്മായും, ഭർത്താവിന്റെ ഉപ്പ, അമ്മശാൻ, അവരൊക്കെ ഒന്ന് സ്നേഹിക്കുക, അവരൊക്കെ ഒന്ന് ബഹുമാനിക്കുക. നിന്റെ വീട്ടിലേക്ക് നീ പോകുന്ന സമയത്ത് നിന്റെ ഭർത്താവ് സമ്മതം തന്നാലും ഭർത്താവിന്റെ ബാപ്പയും ഉമ്മയും അവിടെ ഉണ്ടാകുമ്പോൾ അവരോട് ഒന്ന് ചോദിച്ചിട്ട് പോവുക. ഒരു ഉമ്മയും ബാപ്പയും പോകണ്ടെന്ന് പറയൂല. പക്ഷേ ചില പെൺകുട്ടികൾക്ക് ചോദിക്കാൻ വല്ലാത്ത വെറുപ്പ. അമ്മശാനക്കനെ വിലക്കൂല, അമ്മായിമനെ മൈൻഡ് ചെയ്യൂല. അങ്ങനത്തെ ചില പെണ്ണുങ്ങളൊക്കെ ഞങ്ങളാ കുളത്തറ തലക്കൊലൊക്കെ ഉണ്ട്. ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്ന വൈകി അറിയാം, കുറച്ച് ബുദ്ധിമുട്ടുള്ള വഴിയാ. എനിക്ക് സന്തോഷത്തിൽ പോകണം. അതുകൊണ്ട് ഉമ്മമാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരി നിന്റെ സ്വന്തം ഉമ്മന്റെ സ്ഥാനത്താണ്. അമ്മശാൻസയോ സ്വന്തം ബാപ്പന്റെ സ്ഥാനത്താണ്. ഉമ്മനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിന് എങ്ങനെ അമ്മായിമ്മനെ നിർത്താൻ കഴിയും? അതുകൊണ്ട് അമ്മായിമ്മമാർക്ക് സ്നേഹം കൊടുക്കണം. ഉമ്മച്ചി എന്നുള്ള വിളിയല്ലാതെ അമ്മായിമ്മനെ വിളിക്കാൻ പാടില്ല. ഉമ്മ, ഉമ്മച്ചി ഒരിച്ചു കൂട്ടിക്കുക, ഒന്നും കേടരുത്. അങ്ങനെയുള്ളൊരു വിളി അമ്മായിമ്മനെ വിളിക്കുക. എന്തൊരു സ്നേഹം ഉണ്ടാവും ആ ഉമ്മക്ക് നിന്നോട്. ഭർത്താവിന് എന്തൊരു സ്നേഹം ഉണ്ടാവും നിന്നോട്. നീയും നിന്റെ ഭർത്താവിന്റെ ഉമ്മയും തമ്മിൽ നല്ലൊരു സ്നേഹത്തിലാകുമ്പോൾ ഭർത്താവ് എന്തായാലും നിങ്ങളെ സ്നേഹിക്കൂലേ? അവൻ ഭർത്താവിന്റെ ബാപ്പയെയും ഉമ്മയെയും നാത്തുമാരെയും ഒക്കെ നിങ്ങൾ നന്നായി സ്നേഹിക്കുക. നിങ്ങൾ കാരണം ആ വീട്ടിലൊരു കുഴപ്പമുണ്ടാകരുത്. അവിവാഹിതകളായ നാത്തുമാരാണെങ്കിൽ അവരെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ നന്നായി താല്പര്യം കാണിക്കണം. ആത്മാർത്ഥമായ താല്പര്യം നിങ്ങൾ കാണിക്കണം. എപ്പോഴും നിങ്ങളെ ഭർത്താവിനോട് നിങ്ങൾ പറയണം, താത്തക്കൊരു കല്യാണം ശരിയാക്കണം എന്ന് പറഞ്ഞ് നിങ്ങളതിന് താല്പര്യം കാണിക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളെ വെറുക്കാൻ ഒരു ഉമ്മക്കും ബാപ്പക്കും കഴിയില്ല. ഇതിലൊക്കെ പല പെൺകുട്ടികളും പരാജയപ്പെടുന്നതാണ് ഇന്ന് നടക്കുന്ന പ്രശ്നത്തിന്റെ കാരണങ്ങൾ. ഭർത്താവ് എന്താണോ കൊണ്ടുതരുന്നത് ആ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്വഭാവം അവരുണ്ടാകണം. ഭർത്താവ് കൊണ്ടുതരുന്നത് കുറച്ച് കുറഞ്ഞുപോയി, ഒന്ന് ക്ഷമിക്കുക, ഒന്ന് തൃപ്തിപ്പെടുക. എപ്പോഴും ഇങ്ങനെ വയറു നിറക്കുന്ന ഒരു സ്വഭാവം നമുക്ക് പാടില്ല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, അല്ലാഹുവിന്റെ വാതിലിന് മുട്ടണേ ആയിഷ. ആയിഷ ബീവി ചോദിച്ചു, പടച്ച റബ്ബിന്റെ വാതിലിന്റെ മുട്ടൽ എങ്ങനെയാണ് ഹബീബേ? അവിടുന്ന് പറഞ്ഞു, അത് വിശപ്പ് കൊണ്ടാണ് ആയിഷ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ ഭാര്യമാരും അവിടുത്തെ മക്കളും അവിടുത്തെ കുടുംബവും എത്രയാണ് വിശപ്പ് സഹിച്ചത്, എത്രയാണ് കഷ്ടപ്പെട്ടിട്ടുള്ളത്, അതൊന്നും പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. മുത്തുനബി ഒരു ദിവസം മകളെ വീട്ടിലേക്ക് വരുന്നു. ഫാത്തിമ ബീവിയെ കാണാൻ, മക്കളെ കാണാൻ ഉപ്പ വരികയാണ്. ഉപ്പന്റെ മുമ്പിലേക്ക് ഉണങ്ങിയ റൊട്ടി കഷ്ണങ്ങളാണ് ഫാത്തിമ ബീവി കൊണ്ടുവച്ച് കൊടുക്കുന്നത്. വേറൊരു ഭക്ഷണമാ വീട്ടിലില്ല. ആ ഉണങ്ങിയ ഒട്ടിക്കഷ്ണത്തിൽ നിന്ന് അല്പമെടുത്ത് വായയിലേക്ക് വെച്ചിട്ട് ഈ ലോകത്തിന്റെ നേതാവ് മുത്തുനബി മകളോട് പറയുന്നു, ഫാത്തിമ, 3 ദിവസത്തിന്റെ ഇടക്ക് നിന്റെ ഉപ്പ കഴിക്കുന്ന ആദ്യത്തെ ഭക്ഷണമാണ് ഈ റൊട്ടിക്കഷ്ണം ഫാത്തിമ. സയ്യിദുനാ റസൂലുള്ളാഹി അത്രയേറെ വിശപ്പ് സഹിച്ചവരാണ് നബിയും അവിടുത്തെ കുടുംബവും. റസൂലുള്ളാഹിന്റെ മദീനയിലുള്ള വീട്ടിലേക്ക്
ഒരു ദിവസം മദീനത്തുള്ള സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ് റസൂലുള്ളാഹിന്റെ അറ കാണാൻ വന്ന കഥയുണ്ട് ചരിത്രത്തിൽ. മുത്തുനബി പുറത്തുപോയ സമയത്ത് ആയിഷ ബീവിയോട് ചോദിച്ചിട്ട് എനിക്ക് എന്റെ ഹബീബിന്റെ അറയൊന്ന് കാണണമെന്ന് പറഞ്ഞ് മദീനത്തെ പെണ്ണ് വന്നപ്പോ ആയിഷ ബീവി റസൂലുള്ളാഹിന്റെ റൂം കാണിച്ചു കൊടുക്കുകയാണ്. ഈ തപ്പന ഓല കൊണ്ട് മടഞ്ഞ ഒരു പായയിലാണ് റസൂലുള്ളാഹി കിടക്കുന്നത്. വളരെ സൗകര്യങ്ങളാകത്ത് കുറവാണ്. തിരിച്ചുപോയി ആ സമ്പന്നയായ വനിത നല്ല ഒരു വിരിപ്പ് കൊണ്ടുവന്ന് ആ റൂമിൽ വിരിച്ചു കൊടുത്തു. റസൂലുള്ളാഹിനെ സ്നേഹിച്ച് ചെയ്തതാണ്. അല്ലാഹുവിന്റെ ഹബീബ് യാത്ര കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോ റൂമിലേക്ക് കയറിയ സമയം മുത്തുനബി കാണുന്നത് ഈ മനോഹരമായ വിരിപ്പാണ്. ആയിഷ ബീവിയോട് ചോദിച്ചു, റസൂലുള്ളാഹി, ആയിഷ, ഈ വിരിപ്പ് എവിടുന്ന് കിട്ടിയതാണ്? ആയിഷ ബീവി കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ആയിഷ, ഈ വിരിപ്പ് എനിക്ക് വേണ്ട. ദുനിയാവ് അല്പം ഉരമുള്ളതാണെങ്കിൽ ആഖിറം മയമുള്ളതാവു ആയിഷ. ഈ വിരിപ്പ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ വിരിപ്പ് മാറ്റിക്കളഞ്ഞ ത്വഹ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഹബീബായി കപ്പന പല ഓല കൊണ്ട് മടഞ്ഞ പായന്റെ മുകളിൽ കിടന്നെഴുന്നേറ്റ സമയം ഒരു ദിവസം അവിടുത്തെ ആ വർണ്ണമായ ശരീരത്തിൽ ആ പായന്റെ കണ്ണികൾ ചിത്രം പതിച്ചത് കണ്ട ആയിഷ ബീവി അവിടുത്തോട് ചോദിച്ചു, ഹബീബേ, ആ പായന്റെ മുകളിൽ ഒരു തുണി വെച്ച് തുന്നിയിട്ട് ഞാനതൊന്ന് മൃദുരപ്പെടുത്തി തരട്ടെ നബിയേ എന്ന് ചോദിച്ചപ്പോൾ കാരുണ്യത്തിന്റെ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് പറഞ്ഞു, വേണ്ട ആയിഷ, വേണ്ട ആയിഷ. ഓ ഉമ്മമാരെ, ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉണ്ടാകും. ഉള്ളതുകൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിയണം. നിന്റെ സ്വന്തം വീട്ടിലെ സൗകര്യങ്ങൾ ഒരു പക്ഷേ ഭർത്താവിന്റെ വീട്ടിൽ കാണില്ല. ഇതൊരു പരാതിയായി നീ പറഞ്ഞിരുന്ന ഭർത്താവിനെ വേദനിപ്പിക്കരുത്. മുത്തുനബിയുടെ നിർദ്ദേശമാണ്, ഉപദേശമാണ്. ഒരു പക്ഷേ ഭർത്താവിന്റെ വീട്ടിൽ നീ പട്ടിണി കിടന്നിട്ടുണ്ടാകും, നീ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ടാകും. അതൊക്കെ സഹിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലാഹുവേ, ഭർത്താവിനോടുള്ള അദബുകൾ മുഴുവനും പാലിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹോദരിമാർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അങ്ങനെ ഭർത്താവും ഭാര്യയും സന്തോഷത്തിൽ ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് പിണക്കം സ്വാഭാവികമാണ്. ഞാൻ ചോദിക്കുന്നു ഈ സദസ്സിനോട്, 25 വർഷമായി വിവാഹം കഴിച്ചിട്ട് 30 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെയും ഞാൻ എന്റെ ഭാര്യയുമായി ഒരു സംസാരമോ ഒരു പിണക്കമോ ഒന്നകന്നു നിൽക്കലോ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയാൻ കഴിയുന്നവർ വളരെ കുറവായിരിക്കും. അല്ലാഹുവേ, ഞങ്ങളെ കുടുംബത്തിൽ കുടുംബജീവിതത്തിൽ നീ സ്നേഹവും യോജിപ്പും ഐക്യവും നിലനിർത്തണേ അല്ലാഹ്. പിണങ്ങും എന്ന് ഭയപ്പെട്ടാൽ, ഭാര്യയുമായൊന്ന് പിണങ്ങേണ്ടി വരും എന്ന് ഭയപ്പെട്ടാൽ അവിടെ അല്ലാഹുവിടെ പെടുകയാണ്. ഖുർആൻ പഠിപ്പിക്കുകയാണ്, വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന ഫഇഖൂഹുന്ന വഹ്ജുറൂഹുന്ന ഫിൽ മവാജിഇ വദ്രിബൂഹുന്ന വഇൻ അത്അനകും ഫലാ തബ്ഉ അലൈഹിന്ന സബീലാ. ഭാര്യയുമായി പിണങ്ങേണ്ട ഒരു ഘട്ടം വന്നാൽ ഭർത്താവ് എന്താണ് ചെയ്യേണ്ടത്? അല്ലാഹു പറയട്ടെ, വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന ഫഇദൂഹുന്ന.
അവളുടെ സ്വഭാവത്തിലേക്ക് ഒരു മാറ്റം, വല്ലാത്തൊരു ദേഷ്യം, കുട്ടികളെ പിടിച്ച് വെറുതെ അടിക്കുന്നു, വീട്ടിലെ ചെറിയ കുഴപ്പമൊക്കെ ഉണ്ടാക്കുക എന്ന് കണ്ടാൽ ഈ വിവരം അറിഞ്ഞ ഉടനെ നമ്മളെന്താ ചെയ്യുക? ഒരൊറ്റ അടി മുഖത്തങ്ങോട്ട് അടിക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളെ പരിപാടി. കൈ പൊന്തിച്ചിട്ടുള്ള കച്ചവടം നമ്മൾക്ക് പാടില്ല. ഖുർആൻ പറയുന്നു, അല്ലാഹു പറയുന്നു, ഫഇദൂഹുന്ന, ഭാര്യക്കൊരു വഅദ് പറഞ്ഞു കൊടുക്കണം. ഇന്നലെ വഅദ് പറഞ്ഞ താത്തു ഉസ്താദിനെ വിളിക്കണ്ട, ഇന്ന് വഅദ് പറയുന്ന എന്നെ ക്ഷണിക്കണ്ട. ഈ വഅദ് ആരോ പറയേണ്ടത്? ഭർത്താവ് തന്നെ ആ അറയിൽ വെച്ചിട്ട് റൂമിൽ വെച്ചൊരു വഅദ്. അല്ല ആമീന, ഇങ്ങനെ ആയപ്പോ ഇവിടെ വല്ല ആമീന ഉണ്ടെങ്കിൽ ഓളെ പറ്റിയല്ല കേട്ടോ. അല്ല ആമീന, അങ്ങനൊക്കെ പറയാൻ മതി. എന്താ ഇയ്യൊക്കെ ചെയ്ത് കൂട്ടിയത്? അങ്ങനൊക്കെ ഉമ്മയോട് പറയാൻ പറ്റും മോളെ? ബാപ്പനോട് അങ്ങനൊക്കെ ആ സ്വഭാവമൊക്കെ കാണിക്കാൻ പറ്റും? കുട്ടികളൊക്കെ ഇങ്ങനെ പിടിച്ചടിക്കാൻ പറ്റും? നമ്മളെ മക്കളല്ലേ? ഇങ്ങനെ നല്ലൊരു വഅദ് ഭർത്താവ് ഭാര്യക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ അടി, അല്ലെങ്കിൽ എന്റെ ബാപ്പന്റെ ബാപ്പ ഖബറിലുള്ള പള്ളിക്കാട്ടിലുള്ള എല്ലാരും കൊണ്ട് മാന്തുക നമ്മളെ കച്ചവടം പാടില്ല. ഒരു വഅദ് പറഞ്ഞു കൊടുക്കുക. കുറച്ചൊക്കെ ഒരു സ്നേഹമൊക്കെ ഉള്ള പെണ്ണാണെങ്കിൽ, പടച്ചോനെ പേടിക്കണ പെണ്ണാണെങ്കിൽ ആ ഒരൊറ്റ ഉപദേശം മതി അവൾ നന്നാവാൻ. ഇല്ല, ഒരു വഅദ് പറഞ്ഞു കൊടുത്ത്, 2 വഅദ് പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പൊക്കൊരു മാറ്റമില്ല. അങ്ങനെ ഉണ്ടാവും. കൊന്നു കുലിഞ്ഞാലും കുഞ്ഞാത്തു കുലുങ്ങൂല. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ ഇസ്ലാം പറയുന്നത്? വഹ്ജുറൂഹുന്ന ഫിൽ മളാജിഅ്, കിടക്കുന്ന ആ കിടപ്പറയിൽ ഭർത്താവ് ഒന്ന് മാറിക്കിടക്കണം. അവൾ നേരത്തെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഭർത്താവിന് കളമ്പി വെച്ച് 2 കൊരയും കുരച്ച് ഓള് പോയി കിടന്നിട്ടുണ്ടാവും. പിണങ്ങി വെക്കുകയാണല്ലോ. വഅദ് പറഞ്ഞു കൊടുത്തിട്ട് ഫലം കാണില്ല. രണ്ടാമത് ഇസ്ലാം പറയുന്നു, ഖുർആൻ പറയുന്നു, വഹ്ജുറൂഹുന്ന ഫിൽ മളാജിഅ്, കിടക്കുന്ന സ്ഥലത്ത് ഭർത്താവ് ഒന്ന് മാറിക്കിടക്കണം. നമ്മുടെ പിണക്കൊന്നും മക്കൾ അറിയരുത്, മദ്രസയിൽ അറിയരുത്. രാവിലെ കുട്ടി മദ്രസയിൽ വന്നിട്ട് ഉസ്താദേ ഇങ്ങോട്ട് വരെ, ഉസ്താദേ നല്ല സ്റ്റണ്ടാണ്. എന്ത് സ്റ്റണ്ടാണ്? എവിടെ സ്റ്റണ്ട്? ബാപ്പിയമ്മയും ഭയങ്കര ഇടിയാണ്. രാവിലെ തന്നെ കുട്ടി അതും കണ്ടിട്ടാണ് മദ്രസയിലേക്ക് വരുന്നത്. ഈ ഇടിയൊന്നും കുട്ടികളെ കാണുക. നമ്മൾ ബാപ്പിയും തമ്മിലുള്ള പിണക്ക് മക്കൾ അറിയരുത്. അത് അറക്കി ഉള്ളിൽ ആ റൂമിന്റെ അകത്ത് ഒന്ന് മാറിക്കിടക്കുക, ഭർത്താവ് ഒന്ന് മാറിക്കിടക്കുക. ഓള് കട്ടുമ്പോ കിടക്കുകയാണെങ്കിൽ ഭർത്താവ് താഴത്തൊരു പായിട്ടാണ് കിടക്കുക. ചില ആണുങ്ങൾ തെറ്റിയാല് ഉസ്താദുമാർക്ക് വേഗം മനസ്സിലാവും. രാത്രി 10:00 വന്നിട്ട് ഉസ്താദിന്റെ റൂമിന് മുട്ടുകയാണ്. ഉസ്താദ് തുറന്നു നോക്കുമ്പോ എന്റെ ആചാര്യ പോകുന്നത്? ഒന്നുമില്ല, എഴുത്തിക്കാഫ് ഇരിക്കാൻ വേണ്ടി വന്നതാ. നല്ല എഴുത്തിക്കാഫ. കാലം വരെ പള്ളിക്കകത്ത് എഴുത്തിക്കാഫിന് മൂപ്പരെ കണ്ടിട്ടില്ല, മൂപ്പര് പുരേന്ന് പെണഞ്ഞിട്ട് ഇറങ്ങി പോകുന്നതാ. അങ്ങനെ പോകാൻ പാടില്ല. വഹ്ജുറൂഹുന്ന ഫിൽ മളാജിഅ്, ആ റൂമിൽ തന്നെ ഒന്ന് മാറി അവിടെ കിടക്കാം, കൂടെ കിടക്കാം. അങ്ങനെ കുറച്ചേരം കിടന്നാൽ ഇവക്ക് ഉറക്കു വരുമോ? ഇവളെങ്ങനെങ്കിലും ഇരുണ്ട് മറിഞ്ഞിങ്ങോട്ട് പാഞ്ചക്ക വീണമാരി വീണ്, കാക്ക നിങ്ങൾ എന്നോട് എന്തിനാ അങ്ങനെ പറഞ്ഞത്? വിഷയം തീരും. ഇസ്ലാം പഠിപ്പിക്കുന്നു വഹ്ജുറൂഹുന്ന ഫിൽ മളാജിഅ്. രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇങ്ങനെ ഒന്ന് ചെയ്തിട്ടും ഒരു കുലുക്കൂല്ല. ജാതി സാധന ഇവിടെ ഒന്നാണ് തോന്നുന്നു ഇല്ലാണ്ട് കേട്ടെ. എന്തെങ്കിലും പറയാത്തില്ലല്ലോ? ഇല്ല. മൂന്നാമത് പരിശുദ്ധ ഇസ്ലാം പറയുന്നു വൗരിബൂഹുന്ന, മൂന്നാമത്തെ പണി ഒരടി കൊടുക്കലാണ്. ആ അടി മുഖത്തല്ല. വഅദ് പറഞ്ഞു നോക്കി, കിടപ്പറയിലൊന്ന് മാറി നോക്കി, എന്നിട്ടൊന്നും ഫലമില്ലെങ്കിൽ കയ്യൊക്കെ തെരച്ചിട്ട് ഞപ്പം തരാൻ കാണിച്ചതാണെന്ന് പറഞ്ഞ് പോക്ക് പുറത്തേക്ക് പോയി ഒരു വടിയെ കൊണ്ട് വെട്ടിക്കൊണ്ടുവരുമ്പോ കുറച്ച് സ്നേഹമുള്ളവളാണെങ്കിൽ വടി വെട്ടാൻ പോയ സമയത്ത് തന്നെ പിന്നാലെ വന്ന് പിന്നടിക്കാനാണോ നിങ്ങൾ വടി എടുക്കുന്നത് എന്ന് ചോദിച്ചിട്ട് വിഷയം തീരും. അങ്ങനെ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു വിഷയം കൊണ്ട്, ഒരു കാര്യം കൊണ്ട് തീർന്നാലോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ഫഇൻ അതഅനകും ഫലാ തദഉ അലൈഹിന്ന സബീലാ, അവൾ നിങ്ങൾക്ക് വഴിപ്പെട്ട് കഴിഞ്ഞാൽ മറ്റൊരു മാർഗവും അവളുടെ മേൽ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. ഈ നടന്ന വിഷയങ്ങളൊന്നും അങ്ങാടി പോയി പറയാൻ പാടില്ല. ചില ആളുകൾ ചെയ്യുന്ന ഏറ്റവും വൃത്തികെട്ട പരിപാടി ഭാര്യയുമായുള്ള വിഷയങ്ങൾ മുഴുവനും അങ്ങാടിയിൽ പോയി ചർച്ച ചെയ്യുകയാണ്, കൂട്ടുകാരോട് പറയുകയാണ്. ഒരിക്കലും പാടില്ല. ഇങ്ങനെ എല്ലാ വിഷയത്തിലും പരിശുദ്ധ ഇസ്ലാം ഇടപെടുകയാണ്. ഞാൻ പറഞ്ഞു, ഒരു പെണ്ണിന്
3 ഘട്ടങ്ങളിൽ അവരുടെ ഉത്തരവാദിത്വം മുഴുവൻ പരിശുദ്ധ ഇസ്ലാം പുരുഷന്മാരെ ഏൽപ്പിക്കുകയാണ്. ഫസ്റ്റ് ബാപ്പ എന്ന് പറയുന്ന പുരുഷനിൽ, രണ്ടാമത് ഭർത്താവ് എന്ന് പറയുന്ന പുരുഷനിൽ. ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ ബാധ്യത ആ ഭർത്താവിനെ അനുസരിക്കുക, അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹിന്റെ ഹബീബിനെ വഴിപ്പെട്ട് ഭർത്താവിനെ വഴിപ്പെട്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. ലജ്ജ എന്ന് പറയുന്ന ഈ വസ്ത്രം നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ആ വസ്ത്രം ഇന്ന് അഴിക്കപ്പെട്ടു പോയൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ലജ്ജ എടുക്കപ്പെട്ടു പോയൊരു ലോകത്ത്. സുബ്ഹാനല്ലാഹ്. വിശുദ്ധ റബീഉൽ അവ്വൽ 12-ന് റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു ഘോഷയാത്ര സംഘടിപ്പിക്കുകയാണ് പള്ളിക്കമ്മിറ്റിയും മദ്രസ കമ്മിറ്റിയും. ആ ഘോഷയാത്രയ്ക്ക് ഉസ്താദുമാർ വിദ്യാർത്ഥികളെ ഇങ്ങനെ അണിയായി നിൽക്കുമ്പോൾ മദ്രസയിലെ 2ാം ക്ലാസ്സിലെയും 3ാം ക്ലാസ്സിലെയും പെൺകുട്ടികൾ അവരും മുന്നോട്ട് വന്ന് ജാഥയിൽ അണിനിരന്നപ്പോൾ ഉസ്താദുമാർ പറയുന്നു, മക്കളെ നിങ്ങൾക്ക് ജാഥയിൽ പോകാൻ പാടില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, പെൺകുട്ടികളെ ജാഥയിൽ കൊണ്ടുവരരുത്. മക്കളെ, ഈ മിഠായി കഴിച്ച് നിങ്ങൾ മദ്രസയിലകത്തിരുന്നോളൂ, ഞങ്ങൾ ഈ അങ്ങാടിയൊന്ന് ചുറ്റിയിട്ട് റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ജാഥ കഴിഞ്ഞു വരാമെന്ന് പറഞ്ഞ് ഉസ്താദുമാരും ആൺകുട്ടികളും ഇങ്ങനെ സ്വലാത്തും ദിക്റും ചൊല്ലി ജാഥ പോകുന്നതും നോക്കി കരഞ്ഞിരിക്കുന്ന ചെറിയ പെൺകുട്ടികൾ. ആ ജാഥ കഴിഞ്ഞ് മൗലിദ് കഴിഞ്ഞ് ഭക്ഷണം വിതരണം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ മക്കൾ ഉമ്മാനെ വിളിക്കുകയാണ്. ഉമ്മ എന്ന് വിളിക്കുമ്പോ ഉമ്മയില്ല. അടുത്ത വീട്ടിൽ അന്വേഷിക്കുമ്പോൾ അറിയുന്നത് ഉമ്മ ജാഥക്ക് പോയതാണ്. സുബ്ഹാനല്ലാഹ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള നേതാവിന്റെ ഉമ്മമാരെ, ആയിഷ ബീവിയുടെ വീട്ടിലാണ് നബിയുടെ ഖബർ ശരീഫുള്ളത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗള ശരീഫ് ആയിഷ ബീവിയുടെ വീട്ടിന്റെ അകത്താണ്. 3 മഹാന്മാരാണ് അവിടെയുള്ളത്. ഒന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്, 2 സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, 3 സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അല്ലാഹുവിന്റെ ഹബീബ് ആയിഷ ബീവിന്റെ വീട്ടിൽ വെച്ചാണ് വഫാത്താകുന്നത്. ആയിഷ ബീവിന്റെ വീട്ടിൽ വെച്ച് വഫാത്തായ നബി തങ്ങളെ അവിടെ തന്നെ മറവ് ചെയ്യുകയാണ്. റസൂലുള്ളാഹിന്റെ മദീനത്തെ പള്ളിയുടെ ചുമരും ആയിഷ ബീവിന്റെ വീട്ടിന്റെ ചുമരും ഒന്നാണ്. എന്നിട്ട് പോലും ആയിഷ ബീവി ഒരു ജമാഅത്തിനും ഒരു ജുമുഅക്കോ ഒരു ജമാഅത്തിനോ ആ പള്ളിക്കകത്തേക്ക് പ്രവേശിച്ചിട്ടില്ല. മുത്തുനബിയെ അവിടെ മറവ് ചെയ്യുന്നു. രണ്ടാമത് അവിടെ മറവ് ചെയ്യുന്നത് സിദ്ദീഖ് തങ്ങളെയാണ്. അത് ആയിഷ ബീവിന്റെ ഉപ്പയാണ്. സിദ്ദീഖ് തങ്ങളുടെ വഫാത്തിന്റെ മുമ്പ് തന്നെ അവിടുന്ന് ഒരു വസിയത്ത് പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് എന്റെ മയ്യത്ത് നിങ്ങളെടുത്ത് റൗളാ ശരീഫിന്റെ സമീപത്ത് നിസ്കാരം കഴിച്ച് നിങ്ങൾ കൊണ്ടുവരണം. ജന്നത്തുൽ ബഖീഅ തൊട്ടപ്പുറത്തുണ്ട്, അവിടെ നിങ്ങൾ പെട്ടെന്ന് കൊണ്ടുപോയി മറവ് ചെയ്യരുത്. എന്റെ ഹബീബ് ത്വഹ റസൂലുള്ളാഹി തങ്ങളോട് അവിടുത്തെ ചാരത്തൊന്ന് മറവ് ചെയ്യട്ടെ എന്ന് സമ്മതം ചോദിക്കണം. സമ്മതം തന്നില്ലെങ്കിലേ എന്നെ ജന്നത്തുൽ ബഖീഅയിൽ അടക്കം ചെയ്യാവൂ. സിദ്ദീഖ് തങ്ങളുടെ വസിയത്ത് പോലെ അവിടുന്ന് വഫായപ്പോൾ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് നിസ്കരിച്ച് ആ ജനാസ മുത്തുനബിന്റെ റൗളന്റെ സമീപത്ത് കൊണ്ടുവച്ച് അല്ലാഹുവിന്റെ ഹബീബിനെ വിളിച്ചിട്ട് സമ്മതം ചോദിക്കുകയാണ്. റൗളാ ശരീഫിൽ കിടക്കുന്ന ഖബർ ശരീഫിൽ കിടക്കുന്ന നബി തങ്ങളോട് സമ്മതം ചോദിക്കുകയാണ്. മരണത്തോടുകൂടെ എല്ലാം കഴിഞ്ഞു എന്നാണ് വഹാബി വിശ്വാസം.
എന്തിനാണ് അല്ലാഹുവിന്റെ ഹബീബ് മരണപ്പെട്ടിട്ട് വഫാത്തായിട്ട് മറവ് ചെയ്തത്? ആ ശരീരം ദ്രവിക്കില്ലെങ്കിൽ ഭൂമുഖത്ത് വെച്ചുകൂടായിരുന്നോ എന്നാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ പ്രബോധനത്തിൽ എഴുതിയത്. അല്ലാഹുവിന്റെ ഹബീബിന് പോലും ഒരു മറഞ്ഞ കാര്യവും അറിയാൻ കഴിവില്ലെന്നാണ് തബ്ലീഗ് ജമാഅത്തിന്റെ വിശ്വാസം. അത്തരം വഹാബി മൗദൂദി തബ്ലീഗാദി അലബലാദികളുമായി ഒരു ബന്ധവും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്നവർക്ക് പാടില്ലെന്ന് ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ റൗള ശരീഫിന്റെ അരികെ എന്റെ ജനാസ വെക്കണം എന്ന് പറയുന്നത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. സിദ്ദീഖ് തങ്ങളുടെ വിശ്വാസം എന്റെ നബി അത് കാണണം, എന്റെ നബിയോട് സമ്മതം ചോദിച്ചാൽ വിധങ്ങൾ സമ്മതം തരും. എന്റെ ഹബീബ് മരിച്ചിട്ടുണ്ടെങ്കിലും ആ ശരീരം ജീർണിക്കുകയില്ല. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, അംബിയാക്കളുടെ ശരീരം മണ്ണിൽ അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ട്. സിദ്ദീഖ് തങ്ങളുടെ വസിയ്യത്ത് പ്രകാരം സമ്മതം ചോദിച്ചപ്പോൾ റൗളത്തകത്ത് നിന്ന് 3 തവണയാണ് മുത്തുനബി മറുപടി കൊടുക്കുന്നത്. അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. എന്റെ ഹബീബായ എന്റെ കൂട്ടുകാരനായ സിദ്ദീഖിനെ എന്നിലേക്ക് ചേർത്ത് കിടക്കൂ. സമ്മതം കിട്ടിയപ്പോഴാണ് സിദ്ദീഖ് തങ്ങൾ അവിടെ മറവ് ചെയ്തത്. ഇനി ഒരു ഖബറിന്റെ ചാൻസ് അവിടെയുണ്ട്. ആയിഷ ബീവി മനസ്സിലാഗ്രഹിച്ചതാണ്, എനിക്ക് അവിടെ കിടക്കണം. ഒന്നെന്റെ ബാപ്പയാണ്, മറ്റൊന്നെന്റെ ഭർത്താവാണ്. രണ്ടുപേരുടെയും ചാരത്തെനിക്ക് കിടക്കണമെന്ന് ആയിഷ ബീവി കരുതിയതാണ്. ആയിഷ ബീവി അവരെ സിയാറത്ത് എപ്പോഴും പോകാറ്. ആയിഷ ബീവി പറയട്ടെ, ഞാൻ പൂർണ്ണ ഹിജാബ് പാലിക്കാതെ തന്നെ സിയാറത്ത് നടത്തിയിട്ടുണ്ട്. കാരണം ഒന്നെന്റെ ബാപ്പയാണ്, ഒന്നെന്റെ ഭർത്താവാണ്. രണ്ടുപേർക്കും എന്നെ കാണാമല്ലോ, രണ്ടുപേർക്കും എന്നെ കാണാമല്ലോ, ഒരു തെറ്റുമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെ സിയാറത്തിന് പോയിട്ടുണ്ട്. എന്നാൽ മൂന്നാമതൊരു ഖബറിൽ അവിടെ ചാൻസ് ഉണ്ട്. അപ്പോഴാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മകനെ പറഞ്ഞയക്കുന്നത്. ഉമർ തങ്ങളുടെ വഫാത്ത് എങ്ങനെയാണ് അറിയണേ സഹോദരങ്ങളെ? മദീന പള്ളിയിൽ ഇമാമത്ത് നിൽക്കുമ്പോൾ ആ ഭരണമേറ്റെടുത്ത് ആ പള്ളിയിൽ ഇമാമത്ത് നിർവഹിക്കുമ്പോൾ സുബഹി നിസ്കാരത്തിൽ വിശുദ്ധ ഖുർആൻ ഓതി കഴിഞ്ഞു. അതാ ഒരു സൂറത്ത് കർണമധുരമായി ഉമർ തങ്ങൾ ഓതുന്ന സമയം അബൂ ലുഅ്ലുഅത്ത് എന്ന് പറയുന്ന ഒരു മജൂസിയായ മനുഷ്യൻ വിശപ്പിലൂട്ടിയ കടാരിയുമായി ഇരുതല മൂർച്ചയുള്ള കത്തിയുമായി വന്ന് ഉമർ തങ്ങളെ വയറ്റത്തേക്ക് കുത്തുകയാണ്. ആ കുത്തേറ്റ് കൊണ്ട് ഉമർ തങ്ങൾ അങ്ങോട്ട് ചരിഞ്ഞു വീഴുമ്പം മറിഞ്ഞു വീഴുമ്പം നിസ്കാരം പൂർത്തിയാക്കാൻ ആംഗ്യം കാണിക്കുകയാണ്. നിസ്കാരം പൂർത്തിയാക്കുന്നു, ദിക്റും ദുആയും കഴിഞ്ഞു. സ്വഹാബത്ത് സിദ്ദീഖ് തങ്ങളുടെ ചുറ്റുഭാഗത്തും അതാ ഒരുമിച്ച് കൂടുകയാണ്. അക്കാലത്തുള്ള പ്രാചീന ചികിത്സകളൊക്കെ ചെയ്യുകയാണ്. ഉമർ തങ്ങൾ കണ്ണു തുറന്നപ്പോൾ ചുറ്റുഭാഗത്തും കുറെ ആളുകൾ കൂടി നിൽക്കുന്നു. ആദ്യമായി ഉമർ തങ്ങൾ ചോദിച്ചത് നേതൃത്വം കൊടുത്ത നിസ്കാരത്തെ കുറിച്ചാണ്. അവിടെ നിന്നെല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, ഉമർ തങ്ങളെ ഞങ്ങളാ നിസ്കാരം പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് ഉമർ തങ്ങൾ പ്രഖ്യാപനം നടത്തിയത്, നിസ്കാരം ഉപേക്ഷിക്കുന്ന മനുഷ്യർക്ക് ഈ മതത്തിലൊരംഗത്വവുമില്ല.
അല്ലാഹുവേ ഞങ്ങൾക്ക് കൃത്യസമയത്ത് നിസ്കരിക്കാനുള്ള മനസ്സും തൗഫീഖും നീ നൽകണേ അല്ലാഹ്. ബഹുമാനപ്പെട്ടവർ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ആളുകളെ ഒന്നുകൂടെ നോക്കിയപ്പോൾ മുറിവായിൽ നിന്ന് രക്തമിങ്ങനെ പ്രവഹിക്കുന്നുണ്ട്. അതിശക്തമായ വേദന അങ്ങനെ കടിച്ചൊതുക്കി നിൽക്കുന്ന സമയം സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു രംഗം അവിടെ കാണുന്നു. അത് ഞെരിയാണിയുടെ താഴോട്ട് വസ്ത്രമുടുത്ത ഒരു മനുഷ്യനെയാണ്. ഞെരിയാണിയുടെ താഴോട്ട് വസ്ത്രം ഇറക്കി ഉടുത്ത ഒരാളെ കണ്ടപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് ദീൻ പഠിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് അവിടുന്ന് പറയുന്നു ഇർഫഅ സൗബക യാ ഗുലാം, മോനെ ആ തുണിയൊന്ന് മേൽപോട്ട് കയറ്റി ഉടുക്കൂ. അതാണ് പടച്ച റബ്ബിന് തൃപ്തി കേട്ടോ. SYSകാരും SSFകാരും ഇന്ന് ഈ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഒന്ന് ഇതാണ്: തിന്മയെ തിരുത്തുക, നന്മ ഉപദേശിക്കുക. ആരെങ്കിലും തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അതിൽ നിന്നവരെ തിരിക്കുക. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നു, മോനെ ഒന്ന് പൊറുക്കി ഉടുക്കൂ, ഒന്ന് പൊറുക്കി ഉടുക്കൂ. സുബ്ഹാനല്ലാഹ്, ഉമർ തങ്ങൾ ആ രോഗത്തിലായി മരണപ്പെടുന്നതിന്റെ മുമ്പ് ഖബർ അന്വേഷിച്ചുകൊണ്ട് മകനെ വിടുകയാണ്. മകൻ ആയിഷ ബീവിയോട് ചോദിക്കുന്നു. ആയിഷ ബീവി സമ്മതിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ വഫാത്തായപ്പോൾ അവിടെ കൊണ്ടുവന്ന മറവ് ചെയ്യുന്നു. ഉമ്മമാരെ എങ്ങനെയാണ് നിങ്ങൾ കേൾക്കേണ്ടത്? ആയിഷ ബീവി പറയട്ടെ, അന്യനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ആ വീട്ടിന്റെ അകത്ത്, എന്റെ വീട്ടിന്റെ അകത്ത് ആ മഖ്ബറയിൽ മറവ് ചെയ്തതിന് ശേഷം പൂർണ്ണമായും ഹിജാബ് പാലിച്ചിട്ടല്ലാതെ ആ മഖ്ബറയുടെ ഉള്ളിലേക്ക്, ആ റൗള ശരീഫിന്റെ അകത്തേക്ക് ഞാൻ കയറിയിട്ടില്ല. ആയിഷ ബീവി അതിന് പറയുന്ന കാരണം ഹദീസിൽ കാണാം. ഹയാഉ മിൻ ഉമർ, ഉമർ തങ്ങൾ എന്നെ കാണുമല്ലോ എന്ന ലജ്ജ കൊണ്ട്, ഉമർ തങ്ങൾ എന്നെ കാണുമല്ലോ എന്ന നാണം കൊണ്ട്. ഏത് ഉമർ? ഖബറിന്റെ അകത്ത് വിശ്രമിക്കുന്ന ഉമർ, ഖബറിന്റെ ഉള്ളിലുള്ള ഉമർ തങ്ങൾ എന്നെ കാണുന്ന വിശ്വാസമാണ് ആയിഷ ബീവിയുടെ വിശ്വാസം. ആ വിശ്വാസമാണ് അഹ്ലു സുന്നയുടെ വിശ്വാസം. ഓ പ്രിയപ്പെട്ട സഹോദരി, മഹാന്മാരുടെ മഖ്ബറ സിയാറത്തിന് പോകുമ്പോഴും പൂർണ്ണ ഹിജാബ് പാലിച്ചിട്ടല്ലാതെ യാത്ര പോകരുത്. ഒരു സ്ഥലത്തേക്കും പൂർണ്ണ അദബ് പാലിച്ചല്ലാതെ യാത്ര പോകരുത്. ഖബർ കിടക്കുന്ന ഉമർ തങ്ങൾ എന്നെ കാണുമല്ലോ എന്ന ലജ്ജ കൊണ്ടാണ് ഞാൻ പൂർണ്ണ ഹിജാബ് പാലിച്ചുകൊണ്ട് മഖ്ബറക്കകത്തേക്ക് പോയത് എന്ന് നിങ്ങൾക്ക് സ്വർഗത്തിൽ നേതാവായി വരുന്ന ആയിഷ ബീവി പറഞ്ഞെങ്കിൽ, നിങ്ങൾക്ക് സ്വർഗത്തിൽ നേതാവായി വരുന്ന സയ്യിദത്തുനാ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഭർത്താവിനോട് ഒരുപാട് വസിയത്ത് പറഞ്ഞില്ലേ വഫാത്തിന്റെ മുമ്പ്? ഓ സഹോദരി, നമ്മുടെ ഭർത്താവിനോട് വല്ല വീഴ്ചയും, ആ ഭർത്താവിനോടുള്ള പെരുമാറ്റത്തിൽ വല്ല അദബുകളും സംഭവിച്ചെങ്കിൽ ഒന്ന് ഉള്ളു തുറന്ന് പൊരുത്തപ്പെടിക്കാൻ അതിന് നാണിക്കണം. ഭർത്താവിനാണ് ഭാര്യയോട് പൊരുത്തപ്പെടിക്കാൻ അമാന്തിച്ചു നിൽക്കുന്നത്. നമുക്ക് മാതൃക കാണിച്ചു പോയ നേതാക്കളില്ലേ? സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഫാത്തിമത്തുൽ സുഹ്റാ റളിയല്ലാഹു അൻഹ. പടച്ചവനെ, അവരെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ. ഫാത്തിമ ബീബി ഭർത്താവിനെ അടുത്ത് വിളിച്ചുകൊണ്ട്, അലി തങ്ങൾ അടുത്ത് വിളിച്ചുകൊണ്ട് ഒരുപാട് പൊരുത്തപ്പെടിച്ചു, ഒരുപാട് പറഞ്ഞു. ഓ പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങളോടുകൂടെ, നിങ്ങളോടൊന്നിച്ച് ജീവിച്ച കാലത്തിൽ ഒരുപാട് അതവുകേട് എന്നിൽ സംഭവിച്ചു കാണും. നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ, നിങ്ങൾ എന്നോട് പൊറുക്കണേ എന്ന് പറഞ്ഞു ഫാത്തിമ ബീവി പൊരുത്തപ്പെടിച്ച രംഗമില്ലേ ചരിത്രത്തിൽ? അവസാനം ഫാത്തിമ ബീവി പറഞ്ഞതെന്താ? ഓ പ്രിയപ്പെട്ട ഭർത്താവേ, നാളെ മഹ്ശറയിലേക്ക് രംഗം നീട്ടിവെക്കരുത്. എന്റെ ഹബീബായ, എന്റെ പ്രിയപ്പെട്ട പിതാവ് ഒരുമിച്ച് കൂടുന്ന
ജനകോടികൾ ഒരുമിച്ച് കൂടുന്ന മഹ്ശറയിലേക്ക് ആ പരാതികളൊന്നും നീട്ടിവെക്കരുതേ ഭർത്താവേ. എന്റെ മുഖമിതാ, എന്റെ മുഖത്തടിച്ചിട്ടെങ്കിലും എനിക്ക് പുറത്തു തരണേ, എന്നോട് മാപ്പാക്കണേ എന്ന് ഫാത്തിമ ബീവി പറയുമ്പോൾ അലി റളിയല്ലാഹു അൻഹു അങ്ങോട്ടും തിരിച്ച് പൊരുത്തപ്പെടിക്കുന്നു. ഫാത്തിമ, നീ റസൂലുള്ളാഹിന്റെ പൊന്നോമന പുത്രിയാണ്, മുത്തുനബി കരളിന്റെ കഷ്ണമെന്ന് വിശേഷിപ്പിച്ച മുത്തുമോളാണ്. നീ എന്റെ കൂടെ ജീവിച്ചപ്പോൾ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതൊക്കെ നീ എന്നോട് ക്ഷമിക്കണേ, എനിക്ക് പുറത്തു തരണേ, നാളേക്ക് നീട്ടിവെക്കല്ലേ ഫാത്തിമ. അങ്ങും ഇങ്ങും പൊരുത്തപ്പെടിക്കുന്നു. ഫാത്തിമ ബീവി പറയുന്നു, ഭർത്താവേ, എന്റെ ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് ഓപ്പൺ മയ്യത്ത് കട്ടിൽ വെച്ച് എന്റെ ജനാസ കൊണ്ടുപോകരുത് ഭർത്താവേ. ഓ പ്രിയപ്പെട്ട സഹോദര സഹോദരി, എനിക്കും നിങ്ങൾക്കൊരു മരണമുണ്ട്. സമ്പാദ്യ മുതലിൽ നിന്ന് 3 കഫാന, അതുമാത്രമല്ലതിലെപ്പോഴും വഹദാന. എത്ര സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകുന്നത് 3 കഷ്ണം തുണി മാത്രമാണ്. ആ 3 കഷ്ണം തുണിയിൽ ടൈറ്റായി പൊതിഞ്ഞ ശേഷം നിസ്കാരം കഴിഞ്ഞ് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി നമ്മെ അടക്കം ചെയ്യുന്നത് 6 അടി മണ്ണിലാണ്. അത് മഹാന്മാര് പഠിപ്പിച്ചില്ലേ, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, നീ കരയേണ്ടത്. മണ്ണിന്റെ തലയണയാണതിൽ നിനക്കുള്ളത്, ഞെരുക്കത്തിനാലിരു വിദ്യയാണതിനുള്ളത്. അതിനുള്ള ബാധുകൾ ഭദ്രമായി കൂട്ടുന്നത് താക്കോലി ഇസ്രാഫീലി സൂക്ഷിക്കുന്നത്. മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാന, അതുമാത്രമല്ലതിലെപ്പോഴും വഹദാന. ആ ഖബറിൽ ഒറ്റക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു നമ്മുടെ ഖബർ സന്തോഷമാക്കി തരട്ടെ. 3 കഷ്ണം തുണിയിൽ നമ്മുടെയൊക്കെ ജനാസ പൊതിയും, നമ്മുടെയൊക്കെ ജനാസ പൊതിയും. അല്ലാഹുവേ, ഞങ്ങളുടെ മരണം നീ നന്നാക്കി തരണേ അല്ലാഹ്. ഫാത്തിമ ബീവി പറയുന്നു, പ്രിയപ്പെട്ടവരെ, എന്റെ ശരീരം 3 കഷ്ണം തുണിയിലങ്ങ് പൊതിയുമ്പം ആ ശരീരം അങ്ങ് ടൈറ്റാക്കി പൊതിഞ്ഞ് 3 കെട്ട് കെട്ടിയിട്ട് ഓപ്പൺ മയ്യത്ത് കട്ടിൽ വെച്ച് എന്റെ ജനാസ കൊണ്ടുപോകുമ്പം എന്റെ ശരീരത്തിന്റെ, ആ മയ്യത്തായ ശരീരത്തിന്റെ ഓരോ അംഗത്തിന്റെയും വണ്ണവും വലിപ്പവും മറ്റുള്ളവര് കണ്ടുപോകുമല്ലോ. അതുകൊണ്ടൊരു മൂടിയുള്ള കട്ടിലിന്റെ അകത്ത് വെച്ചിട്ടല്ലാതെ എന്റെ ജനാസ കൊണ്ടുപോകരുത് ഭർത്താവേ എന്ന് വസിയത്ത് പറഞ്ഞ സയ്യിദത്തുന ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് സ്വർഗ്ഗത്തിൽ സഹോദരിമാരെ നിങ്ങൾക്കുള്ള നേതാവ്. ആ ഫാത്തിമ ബീവി നേതാവായി വരുന്ന സ്വർഗ്ഗത്തിലേക്ക് ഈ ടൈറ്റായ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് പോകാൻ പറ്റുമോ എന്ന് ആലോചിക്കണം. അല്ലാഹു തആല നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. ഞാൻ സംസാരം ചുരുക്കുകയാണ്. 3ാമത് സഹോദരിമാർക്ക് അവരുടെ സംരക്ഷണ ബാധ്യത അല്ലാഹു ഏൽപ്പിക്കുന്നത് അവരുടെ മക്കളെയാണ്. മക്കളോട് അല്ലാഹു തആല, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. മക്കളെ, നിങ്ങൾക്കുള്ള സ്വർഗ്ഗം നിങ്ങളുടെ ഉമ്മന്റെ കാലിന്റെ ചുവട്ടിലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി കൊണ്ട് മക്കളോട് പറയുന്നു, വഖവാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന.
إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا قال الله عز وجل وقضى ربك ألا تعبدوا إلا إياه അല്ലാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഉടനെ രണ്ടാമത് അല്ലാഹു പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ മക്കളെ. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, മാതാപിതാക്കളിൽ നിന്ന് രണ്ടാളുകളും അതല്ലെങ്കിൽ രണ്ടിൽ ഒരാൾ പ്രായമുള്ളവരായി നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ എന്ന ഒരു വാക്കുപോലും അവരോട് പറയല്ല. പ്രായമുള്ള ബാപ്പയും ഉമ്മയും ചില പ്രവൃത്തികളൊക്കെ ചെയ്തേക്കാം, അത് നിനക്ക് ഇഷ്ടപ്പെട്ടു കാണില്ല, എന്നാലും നീ അവരെ ആക്ഷേപിക്കല്ല. പ്രായമുള്ള ഉമ്മയും ബാപ്പയും ഒരു പക്ഷേ വീട്ടിന്റെ അകത്ത് തുപ്പിയേക്കാം, അവർ മൂത്രിച്ചേക്കാം. അങ്ങനെ ഒന്നും സംഭവിക്കുമ്പോൾ മക്കളോട് ഖുർആൻ പറയുന്നു, അവരെ ചീത്ത പറയരുത്, അവരെ വിരോധിക്കരുത്, അവരോട് ദേഷ്യം പിടിക്കരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, മക്കളെ ഉമ്മയോട് നല്ല മയത്തോടുകൂടെ മാത്രമേ സംസാരിക്കാവൂ, ബാപ്പയോട് നല്ല സ്നേഹത്തോടുകൂടെ മാത്രമേ സംസാരിക്കാവൂ. واخفض لهما جناح الذل من الرحمة, റഹ്മത്തിന്റെ ചിറകുകൾ ബാപ്പക്കും ഉമ്മക്കും ഒന്ന് വിരിച്ചു കൊടുക്കണേ മക്കളെ. മക്കൾ മാതാപിതാക്കൾക്ക് നടത്തേണ്ട ഒരു പ്രാർത്ഥനയുടെ മാറ്റർ പോലും അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, വഖുർ റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറാ. പഠിച്ചവനെ, ചെറുപ്പകാലത്ത് കുറെ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഉമ്മയാണ്, കുറെ കഷ്ടപ്പെട്ട ബാപ്പയാണ്. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ രോഗികളായി കിടക്കുമ്പം അപ്പോഴല്ലേ നിങ്ങൾക്ക് ഖിദ്മത്ത് വേണ്ടത്, അപ്പോഴല്ലേ കൂടുതൽ പരിചരണം ആവശ്യമുള്ളത്. ആ സമയത്ത് അല്ലാഹു തആല മക്കളോട് പറയുന്നു, മക്കളെ ആ ഉമ്മക്ക് വേണ്ട ഖിദ്മത്ത് ചെയ്യണം, ആ ഉമ്മക്ക് വേണ്ട പരിചരണമൊക്കെ നടത്തണം. ആ ഉമ്മയെ ചീത്ത പറയല്ല, ഉമ്മയെ ആക്ഷേപിക്കല്ല. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, നല്ല മയത്തോടെ സംസാരിക്കുകയും റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറാ, ചെറുപ്പകാലത്ത് എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട എന്റെ ഉമ്മയാണിത് പഠിച്ചവന്, എന്റെ ബാപ്പയാണിത് അമ്മ, ഇവർക്ക് നീ കരുണ ചെയ്യണേ എന്ന് ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു ഖുർആനിലൂടെ മക്കളെ പഠിപ്പിക്കുകയാ. മുത്ത് നബിന്റെ അടുത്തൊരാൾ വന്ന് ചോദിക്കുകയാണ്, നബിയെ ഞാൻ കൂടുതൽ ഗുണം ചെയ്യേണ്ടത് ആർക്കാണ്? റസൂലുള്ള മറുപടി പറയുന്നു, നിന്റെ ഉമ്മക്ക്. രണ്ടാമത് ചോദിച്ചു, ആർക്കാണ് നബിയെ ഞാൻ ഗുണം ചെയ്യേണ്ടത്? നിന്റെ ഉമ്മക്ക്. നബിയെ ഞാൻ കൂടുതൽ ഗുണം ചെയ്യേണ്ടത് ആർക്കാണ്? മൂന്നാമത് ചോദിച്ചപ്പോൾ മുത്ത് നബിന്റെ മറുപടി, നിന്റെ ഉമ്മക്ക്. നാലാമത് ചോദിച്ചപ്പോൾ റസൂലുള്ള പറയുന്നു, നിന്റെ ബാപ്പക്കും. ഈ വന്നാള് നബി തങ്ങളോട് ചോദിക്കുന്നു, തങ്ങളെ 3 പ്രാവശ്യം ഉമ്മക്ക് ഗുണം ചെയ്യാൻ തങ്ങൾ പറഞ്ഞല്ലോ, എന്താണ് ഉമ്മന്റെ പ്രത്യേകത നബിയേ? അവിടുന്ന് പറഞ്ഞു, ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവളാണ്, ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാം 3 ഘട്ടങ്ങളിലായി സ്ത്രീയുടെ എല്ലാ
അധികാരങ്ങളും അവർക്ക് വേണ്ടത് മുഴുവനും ചെയ്തു കൊടുക്കാൻ പുരുഷന്മാരെ ഏൽപ്പിച്ച മതമാണ്. എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്ത മതമാണ്. അല്ലാഹു തആല പരിശുദ്ധ ദീനനുസരിച്ച് ജീവിച്ച് മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ല കുടുംബമുണ്ടാവാൻ ഒരു പ്രാർത്ഥന എപ്പോഴും ചൊല്ലാൻ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ, നിന്റെ ഖുർആൻ മുഅ്ജിസത്ത് കൊണ്ട്, നിന്റെ ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട് മറ്റുള്ളവർക്ക് മുഴുവനും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ജീവിതം ഞങ്ങളിൽ നീ കാണിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല കുടുംബം നീ നൽകണേ അല്ലാഹ്. സ്വാലിഹായ മക്കളെ നൽകണേ അല്ലാഹ്. സ്വാലിഹാത്തുകളായ ഭാര്യമാരെ നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ സ്ഥാപനം അതിന്റെ പൂർത്തീകരണം ഏകദേശം ഇൻഷാ അല്ലാഹ് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളുടെയൊക്കെ സഹായം നമ്മുടെ സ്ഥാപനത്തിന് എപ്പോഴും ഉണ്ടാവണം. എല്ലാവരും സഹായിക്കണം. അല്ലാഹു തആല സിയം വലിയുള്ളാഹിന്റെ ഹഖ് ബർക്കത്ത് കൊണ്ട് ഈ സ്ഥാപനത്തിന് സ്ഥലം തന്ന സഹോദരന് അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഒരു മാളിക ഉണ്ടാക്കി കൊടുക്കട്ടെ. അല്ലാഹുവേ, ആ സഹോദരനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, വലിയ പദവി സ്വർഗ്ഗത്തിൽ നൽകണേ അല്ലാഹ്. ഖിയാമത്ത് നാൾ വരെ നിനക്ക് സുജൂദ് ചെയ്യാൻ ഇവിടെ ഒരു സ്ഥലം അനുഭവിച്ചു തന്ന സഹോദരന് നീ സ്വർഗം നൽകണേ അല്ലാഹ്. സ്വർഗത്തിൽ ഭവനം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഈ മജ്‌ലിസിലിരുന്ന് ആമീൻ പറയുന്ന ഞങ്ങൾക്കും നിന്റെ ഔദാര്യം കൊണ്ട് സ്വർഗം തരണേ റഹ്മാനേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين الملك الجبار يا راج سيدا يا رحمن. ഞങ്ങളെ മജ്‌ലിസ് നീ സ്വീകരിക്കണം അല്ലാഹ്.